ഇതിന്റെ സംഘാടകരുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അതിനുവേണ്ടി ഞങ്ങൾ 3 കുട്ടികളെ തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ ദേശഭക്തി ഗാനമാണ് എടുത്തത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് കൂടി ഒരു അപേക്ഷ. ദേശഭക്തി ഗാനം വരിക വരിക സഹചര്യ ഗാനം പാടുവാനായി വർഷ, വരവിക, ശുഭാനി എന്നീ കൂട്ടുകാരെ ക്ഷണിക്കുന്നു. സഹജരെ വലിയ സഹന സമരമായി കരളുവച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. വലിയ വലിയ സഹജരെ വലിയ സഹന സമരമായി കരളുവച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. കൺ തുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപടകുടിയ ഭരണകൂട വീക്ഷണം തകർക്കണം. വലിയ വലിയ സഹജരെ വലിയ സഹന സമരമായി കരളുവച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടഭക്തിയിലൊട്ടുമേ നിലച്ചിടാം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടഭക്തിയിലൊട്ടുമേ നിലച്ചിടാം. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവിഹീന അഖിലജനവും ആഗ്രഹിച്ചിറങ്ങണം. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. എത്ര നാള് അടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. ഗതഭയം ചലിക്കണം ഗരുഡതുല്യ വേഗരായി സരഗമിക്ക 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 ധീരരെ. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. ബ്രിട്ടനുള്ള ദംശമേറ്റു ഭാരതാംബ കേഴുമി, മട്ടിലും അടിച്ചിരിക്ക യോഗ്യമോ സഖാക്കളെ. ബ്രിട്ടനുള്ള ദംശമേറ്റു ഭാരതാംബ കേഴുമി, മട്ടിലും അടിച്ചിരിക്ക യോഗ്യമോ സഖാക്കളെ. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. ആയിരക്കണക്കിരുന്നു ജനതയൊക്കെയും പോയിടുന്നു ജയിലിൽ നമ്മൾ ഇപ്പോഴും വലിക്കുക. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. ഭീഷണം ജയിക്കണം. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. വെടികളൊക്കെ വന്നു മേട്ടുകൊള്ളുകിൽ കൊടുത്തുറച്ചു തിരിച്ചു മാറുകാട്ടി നിൽക്കണം. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. നമ്മളെ പിടിച്ചുകൊണ്ടു ജയിലിലാക്കുമെങ്കില നന്മ ചെയ്തതിന്നു നമ്മൾ നന്ദി വാക്കു ചൊല്ലണം. നമ്മളെ പിടിച്ചുകൊണ്ടു ജയിലിലാക്കുമെങ്കില നന്മ ചെയ്തതിന്നു നമ്മൾ നന്ദി വാക്കു ചൊല്ലണം. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. വൈസറായി വന്നു നിന്ന് വലിയ തോക്കു വൈക്കിലും വൈമനസ്യമെന്നിയെ വിരിഞ്ഞ നെഞ്ചു കാട്ടണം. വൈസറായി വന്നു നിന്ന് വലിയ തോക്കു വൈക്കിലും വൈമനസ്യമെന്നിയെ വിരിഞ്ഞ നെഞ്ചു കാട്ടണം. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. ശക്തിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാളെ നമുക്ക് യുദ്ധമാടണം. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടത്തി പോകണം. ശക്തി
അടുത്തതായി ഈ ചടങ്ങിന് സ്വാഗതം നടത്താനായി ആദരണീയനായ അംജി മുരളി സാറിനെ ക്ഷണിച്ചുകൊള്ളും. നമസ്കാരം. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 75ാം വാർഷികം ആസാദി കാ അമൃത് മഹോത്സവ് അകം എന്ന പേരിൽ ഇന്ത്യയൊട്ടാകെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഘോഷങ്ങളുടെ അനുബന്ധിച്ച് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അംശി ദേശത്തിന്റെ അഭിമാനമായ ശ്രീ അംശ നാരായണപിള്ള അവരുടെ, അതായത് എന്റെ പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സ്മൃതി സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ദേശസ്നേഹികളെയും ഈ നാട്ടുകാരെയും അംശി കുടുംബത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ സദസ്സിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ LP ഹരികുമാർ സാറാണ്. ശ്രീ ഹരികുമാർ സാർ കേരള സാഹിത്യ അക്കാദമിയുടെ ഉപദേശക സമിതിയിലെ ഒരംഗമാണ്. ശ്രീ ഹരികുമാർ സാറിനെ ഈ സദസ്സിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് അതിന് അഭ്യർത്ഥിച്ചോട് സ്വാഗതം ചെയ്യുന്നു. ശശികുമാർ സാറിനെ കൊണ്ടാട വെക്കുന്നത് അംശി കുടുംബത്തിലെ ഒരു അംഗമായ ശ്രീ കൃഷ്ണകുമാർ സാറാണ്. ഡോക്ടർ കൃഷ്ണകുമാർ തിരുവനന്തപുരം. അടുത്തതായി ഈ സദസ്സിൽ ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായ ശ്രീ അജിത് കുമാർ സാറാണ്. ശ്രീ അജിത് കുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയിരിക്കുന്നത് ശ്രീ BV ശശികുമാർ സാറാണ്. ഇദ്ദേഹം കേരള സർവകലാശാലയിലെ മലയാളം വിഭാഗത്തിന്റെ മുൻ മേധാവിയാണ്. മലയാളം വിഭാഗത്തിന്റെ മേധാവി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നമുക്കൊരു നല്ല പ്രഭാഷണം പ്രതീക്ഷിക്കാം. ശ്രീ ശശികുമാർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വേറെ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ അംശി മുകുന്ദൻ നായർ. വേറെ ആരുമില്ല, എന്റെ ശബ്ദം കേട്ടത് തന്നെ അംശി നാരായണൻ നമ്മളുടെ മകൻ. ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത പ്രഭാഷകൻ എന്ന് പറയുന്നത് ശ്രീ മുളങ്കുഴി ദാസർ. ഈ മുളങ്കുഴി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. മുളങ്കുഴി ദാസർ കന്യാകുമാരിയിലെ മുത്തമിഴ് മന്ദ സ്ഥാപകനാണ്. ഒരു അധ്യക്ഷനാണ് അദ്ദേഹം. മുത്തമിഴ് മന്ദ സ്ഥാപക അധ്യക്ഷൻ. കന്യാകുമാരിയിലെ തമിഴ് ആശീർവാദ കഴകത്തിന്റെ അധ്യക്ഷനുമാണ് അദ്ദേഹം. തൊൽക്കാപ്പിയ കഴകത്തിന്റെ അധ്യക്ഷനാണ്. പിന്നെ ഉലക തിരുക്കുറൽ കൂട്ടമൈപ്പ് കന്യാകുമാരി ജില്ലയുടെ അധ്യക്ഷനാണ്. തമിഴ് ഇലക്കിയ കഴക തമിഴ്നാടിന്റെ വൈസ് പ്രസിഡന്റുമാണ്. പിന്നെ ഉണർ ഓസൈ മഞ്ചം എന്ന ഒന്നിന്റെ അധ്യക്ഷൻ കൂടെയാണ്. ഇദ്ദേഹം ഇപ്പോൾ ശ്രീ അംശി നാരായണ അവരെ പറ്റി തമിഴിൽ ഒരു ഗ്രന്ഥം തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അദ്ദേഹം 2020 സിറந்த ആശിരിയ ബിരുദ്, അതായത് നല്ല ഒരു അധ്യാപകന്റെ ബിരുദ് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത പ്രഭാഷകൻ ശ്രീ മോഹൻകുമാർ സാർ. ശ്രീ മോഹൻകുമാർ സാർ നമുക്ക് വളരെ പരിചയമുള്ളവരാണ്.
അദ്ദേഹം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ റീജിയണൽ ഓഫീസിൽ ജോലിയായിട്ട് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ കുഴിത്തുറയിൽ ആ കുഴിത്തുറയെ ആസ്ഥാനമാക്കി സാഹിത്യ സൗഹൃദ വേദി എന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇദ്ദേഹം നല്ല ഒരു പ്രഭാഷണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത പ്രഭാഷകൻ ചിതറാൽ വിജയകുമാർ സാറാണ്. അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കുഴിത്തുറ സാഹിത്യ സൗഹൃദ വേദിയിലെ സജീവ പ്രവർത്തകനായി ജോലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ശ്രീ കെ നന്ദകുമാർ സാർ. നന്ദകുമാർ സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു അധ്യാപകൻ. ആറ്റൂർ NBKS വിദ്യാലയത്തിൽ മലയാളം വിഭാഗത്തിന്റെ അധ്യാപകനായി ജോലി നൽകി വിരമിച്ചതാണ്. തിരുവട്ടാർ താമസക്കാരനാണ്. ഇദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണങ്ങൾ നടത്താനിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തു കഴിഞ്ഞു. നന്ദി രേഖപ്പെടുത്താനുള്ള ആംസി ബാബുവിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദകുമാറിനെ ആംസി ബാബുവിനെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും നാട്ടുകാരെയും നാട്ടുകാരല്ലാത്തവരെയും ആംസി കുടുംബത്തിന്റെ പേര് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഉദ്ഘാടന കർമ്മം എൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിൽ തിരികെ കൊടുത്തി ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് എന്നാണ്. അടുത്തതായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വഹിക്കാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉപദേശ സമിതി അംഗമായ ബഹുമാനപ്പെട്ട LB ഹരികുമാർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ സ്വാതന്ത്ര്യത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കമ്മീഷൻ അംഗവും കേരള സർവകലാശാലയുടെ പ്രൊഫസറും ഡീനുമായ ഡോക്ടർ N. അനിൽകുമാർ സാർ, വിദഗ്ധ സാഹിത്യത്തിന് പോലും കേരള സർവകലാശാല മുൻ മലയാളം വിഭാഗം ഡോക്ടർ B. ശശികുമാർ, സർവശ്രീ ആംസി മുരളി, മോഹൻകുമാർ സിദ്ധാർത്ഥ വിജയകുമാർ, പ്രിയപ്പെട്ടവർ, ആദ്യമായി വൈകി വന്നതിന് ഞങ്ങൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അപ്രതീക്ഷിതമായി റോഡിലുണ്ടായ ഗതാഗത തടസ്സവും പാഠശാലയിൽ ഒരു ട്രെയിൻ യൂണിയന്റെ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന പ്രകടനവും അല്ലാതെ വഴിതെറ്റി പാലത്തിന് താഴെ അങ്ങനെ സ്വാഭാവികത മോഹൻമാറും വാനതാണ് ഈ കൂടി അങ്ങനെ കലങ്ങി വന്നതുകൊണ്ട് മാത്രമാണ് കൃത്യസമയത്ത് വരാൻ സാധിക്കാത്തത്. അത് സദയം ലഭിക്കണമെന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം രാഷ്ട്രം വിപുലമായ പരിപാടികളോടുകൂടി ഒരു വർഷക്കാലം കഴിഞ്ഞ ആഗസ്റ്റ് 15 മുതൽ ആഘോഷിച്ചു വരികയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അതിനോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി സാമൂഹിക സംബന്ധമായി അല്ലാതെ
ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള വിഭാഗം മലയാളത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിന്റെ ആധുനിക വിഭവത്തിൽ തമിഴ്നാട്ടിലെ ഭാഗമായ കേരള തനിമയുള്ള പഴയ തിരുവിതാംകൂറിലെ പ്രതാപകാലത്തെ പ്രദേശങ്ങളിലൊന്നായ ഇവിടെ വലിയൊരു മഹാനെ കുറിച്ച്, വലിയൊരു സ്വാതന്ത്ര്യ സമരസേനാനിയെ കുറിച്ച്, വലിയൊരു എഴുത്തുകാരനെ കുറിച്ച് ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, കേരളത്തിൽ ആദ്യത്തെ നിയമലംഘനം നടന്നത് പയ്യന്നൂരാണ്. കണ്ണൂരിലെ കാസർഗോഡിന്റെ ഇടയ്ക്കുള്ള പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമലംഘന ഗാന്ധിജിയുടെ നേതൃത്വം നിയമലംഘന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹത്തിൽ അംശി മുതൽ പയ്യന്നൂർ വരെ കാൽനടയായി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആവേശോജ്വലമായി പാട്ട് പാടിക്കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് പദയാത്ര നടത്തിയ ഒരു വലിയ മനുഷ്യനെ എന്തുകൊണ്ട് നാം വിസ്മരിക്കുന്നു എന്നത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും മുൻ MLA ഒക്കെ ആയ ശ്രീ മോഹൻകുമാർ അംശി നാരായണ കുറിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെടുകയുണ്ടായി. കോൺഗ്രസ് പോലും മറന്ന അംശി നാരായണ നേരത്തെ കുട്ടികൾ പാടിയ പഴയാളികളുടെ പാട്ടുകൾ വലിയ സജ്ജത എന്ന ഗാനം പലപ്പോഴും യൂട്യൂബ് വഴി പല മീറ്റിങ്ങുകളിലും രാഷ്ട്രീയ യോഗങ്ങളിലുമൊക്കെ ഇത് റിക്കാർഡിനെ അറിയാൻ വയ്ക്കാറുള്ള എങ്കിൽ കൂടി പാടാറുള്ള എങ്കിൽ കൂടി അംശി നാരായണനെ കുറിച്ചോ അത് ഏത് കാലഘട്ടത്തിൽ ഇത് രചിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചോ എന്തിന് പഴയകാലത്തെ പാട്ടുകളുടെ ഒരു പ്രതി പോലും കേരളത്തിലോ മറ്റൊരിടത്തോ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ഞാൻ അംശിയുടെ ഒരുപാട് മലയാളത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ച അംശിയുടെ ഒരു പുസ്തകം പോലും കേരള സർവകലാശാലയിലോ മറ്റൊരു സർവകലാശാലയിലോ കേരളത്തിലൊരു ലൈബ്രറികളോ ഒന്നും തന്നെയില്ല. എന്തിന് അംശി കുടുംബത്തിൽ പോലും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. അത് മുമ്പ് താങ്കളുടെ ഈ അംശത്തിന്റെ പ്രയാളിയുടെ നാട്ടിൽ നിന്ന് പുസ്തകം മാത്രം തോന്നുന്നു. ഒന്നോ രണ്ടോ പേര് പക്ഷേ അംശി എഴുതിയ നിരവധി ഗ്രന്ഥങ്ങൾ ജീവചരിത്രമായി എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് പുസ്തകങ്ങൾ അംശി എഴുതിയിട്ടുണ്ട്. കൃഷ്ണദേവരായരെ കുറിച്ച് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഭാഷയും സാഹിത്യത്തിനും മറക്കാനാവാത്ത സംഭാവന നൽകിയ ഒരു വലിയ മഹാന് എന്തുകൊണ്ട് നാം മറക്കുന്നു എന്ന് ഈ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചിരുന്നു. മഹാത്മാഗാന്ധിയിൽ ഒരു പത്രം പോലും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം നിരോധിച്ച പുസ്തകങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കുവാനോ അവിടെ ചർച്ച ചെയ്യുവാനോ
എന്തിന് പാഠപുസ്തകമാക്കുവാനൊന്നും നാം തയ്യാറായി. ഇത്തരുണത്തിനാണ് അംശിയുടെ 40-ാം വാർഷികത്തിൽ നാം അംശിയെ ഓർക്കുന്നത്. അംശിയുടെ സംഭാവനകളെ കുറിച്ചും സാഹിത്യ സംഭാവനകളെ കുറിച്ചും അംശിയെ കുറിച്ചുമൊക്കെ പറയാനുള്ള ഒരുപാട് വ്യക്തികൾ ഈ സദസ്സിലുണ്ട്, ഈ വേദിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായി ഒന്നും തന്നെ പറയുന്നില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമി അംശിയുടെ കുടുംബാംഗങ്ങളുമായി ചേർന്ന് ഒരു വലിയ മഹാനെ അനുസരിക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ സാധിച്ചത് ജീവിതത്തിൽ കിട്ടിയ വലിയ അംഗീകാരമായി ഞാൻ കരുതുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും, ഈ സദസ്സിലുള്ളവരെയും വേദിയിലുള്ളവരെയും എല്ലാവരെയും അംശി കുടുംബാംഗങ്ങളെയും എല്ലാം കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി അംശി നാരായണ സാറിൻ്റെ ഈ അനുസ്മരണ സമ്മേളനം ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായ ശ്രീ എൻ അജിത് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. അനുസ്മരണമായി ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 25-ാം വാർഷികം തലത്തിൽ അമൃത് മഹോത്സവമായി ഉണ്ടാകുന്നതിനൊപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനം നമ്മളെ വളരെയധികം സന്തോഷം. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന മുഖ്യ പ്രഭാഷകനായ ഈ സദസ്സിലെത്തിയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളും വാസ്തവത്തിൽ ഈ കന്യാകുമാരി ജില്ല എന്ന് പറയുന്നത്
രാഷ്ട്രീയത്തിൽ പ്രത്യേക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തമിഴ് ഭാഷാ സ്നേഹികളുടെ സംഘടിതമായ പ്രവർത്തനത്താൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രദേശം. ഒരു കാലത്ത് കേരളത്തിലെ എല്ലാ രാജാക്കന്മാരുടെ കൂട്ടത്തിലും ഏറ്റവും പ്രശസ്തമായ രാജവംശമായ തിരുവിതാംകൂറിന്റെ ആസ്ഥാനമായിരുന്ന സ്ഥലം പിന്നീട് കേരളത്തിന്റെ തലസ്ഥാനമായി പോലും തീർന്ന പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന തിരുവിതാംകൂറിന്റെ രണ്ട് കല്ലറകളിൽ ഒന്നായ നാഞ്ചിനാട് നമുക്ക് നഷ്ടപ്പെട്ടു. അത് കൊണ്ടുവന്ന ഒരു പ്രയാസം ഇന്ന് നമുക്കുള്ളതാണ്. ഒരുപക്ഷെ കേന്ദ്ര സാഹിത്യ അക്കാദമി 24 ഭാഷകളിൽ തമിഴിനും ഒരു സ്ഥാനം, മലയാളത്തിനും ഒരു സ്ഥാനം. വംശിയുടെ ഈ ഒരു കാര്യപരിപാടി സംഘടിപ്പിക്കുവാനുള്ള ബാധ്യത, കടമ, ഉത്തരവാദിത്വം അത് തമിഴ് ഭാഷയ്ക്കായിരുന്നു വേണ്ടി. കാരണം ഇന്ന് ഈ പ്രദേശം കേരളത്തിൽ ഉൾപ്പെടുന്നതല്ല. പക്ഷെ നടക്കാത്ത സാധ്യത കുറവാണെന്ന് ഞങ്ങൾ കരുതുന്നു. അത്രത്തോളം ഭാഷാ സ്നേഹത്തിന്റെ ഒരു വലിയ സ്വാധീനത്തിൽ അകപ്പെട്ട ജനതയാകുന്നു വിശേഷിച്ചു. ഏതായാലും അതുകൊണ്ട് തന്നെ ആ ദൗത്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള വിഭാഗം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ട ഒരു സദസ്സിൽ ഒരാളായി എത്താൻ എനിക്കും സന്തോഷമുണ്ട്. ഞാൻ അച്ഛൻ വഴി നാട്ടിനാടിന്റെ പ്രജയാണ്, അമ്മ വഴി വളർനാടിനെയും പ്രജയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിനാട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ വികാരമാണ്. ഒരു കഴിഞ്ഞ പ്രാവശ്യം തന്നെ മറ്റൊരു ലിറ്റററി ഫോറം സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞ കാര്യം. കൃത്യമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ് വാസ്തവത്തിൽ നാഞ്ചിനാട് ഈ പ്രദേശങ്ങൾ തെളിവുമാണ്. നമ്മുടെ നാടോടി പാട്ടുകളുടെ കൂട്ടത്തിൽ വടക്കൻ കേരളത്തിലെ തച്ചോടി പാട്ടുകളും ആരോപണ പാട്ടുകളും ഒക്കെ പ്രസിദ്ധമായിട്ട് നിൽക്കുമ്പോൾ ഉള്ളത്തോട് പോലും ആ സന്ദർഭത്തിൽ സൂചിപ്പിച്ചതാണ്. നമ്മുടെ മലയാളത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞതാണ്, ഗൗരവ പാണ്ഡവരാജ്യ വിവാദവും ശ്രീരാമ കാമുക നാമൊഴിയും പാർവനും ഒരേവന്റെ പാർട്ടി ശീതനും പാലാട്ട് ഹോമന്റെ പ്രേമവീർപ്പും ഒക്കെ ചേർന്ന ഒന്നാണ് മലയാളം എന്ന് പറയുമ്പോൾ വിസ്മരിച്ചു പോകുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ തെക്കൻ വാക്കുകൾ എന്ന ഒതുക്കി മാറ്റിപ്പെട്ട വിൽപ്പാട്ടുകൾ, അതുപോലെ മറ്റു ചില വാക്കുകൾ. സമർത്ഥമായ സാഹിത്യ പാരമ്പര്യം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ വിൽപ്പാട്ടുകളോട് എത്രയെത്ര ധീരന്മാരായ പോരാളികളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ള തച്ചോടിക്കുകയാൽ അംഗം വെട്ടി ഏതെങ്കിലും നാട്ടുരാജാവിനെ വേണ്ടിയിട്ട് അംഗം വെട്ടാൻ വേണ്ടിയിട്ട് പോയി. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായിട്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള വടക്കൻ പാട്ടുകൾ ഒതുക്കപ്പെട്ടു വരികയും ലഭിക്കുള്ള ആളല്ല. ഒരു നാടിന്റെ അഭിമാനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കൂടെയുള്ളവർ ചതിച്ച് പിന്മാറിയപ്പോഴും പിന്മാറുകയില്ല എന്ന സാമൂഹിക ബീജം പ്രകടിപ്പിച്ച ഒറ്റയ്ക്ക് നിന്ന് എന്ന് പറഞ്ഞ സർവ്വം പിന്മാറിയിട്ടും മധുരപ്പടം ഏറ്റ് ഇരവിക്കുട്ടിട്ടുള്ളതിന്റെ ആ പോരാട്ട രീതിയൊന്നും ഒരിക്കലും വടക്കൻ പാട്ടില് ഒരു കഥാപാത്രത്തിനും ഉണ്ടായിട്ടില്ല. ശേഷം ഞാൻ കണ്ടത് മർത്താണ്ഡവർമ്മയില് ഉളച്ചൽ യുദ്ധത്തില് നിലമായ പടയെ തോൽപ്പിച്ചതൊരു ചെറുപ്പക്കാരൻ വഴിയാണ്. എന്നാൽ ആ പ്രദേശത്തെ മുക്കുവരുടെ സഹായത്തോടുകൂടി കടലിൽ അടിയിലൂടെ മുങ്ങിപ്പോയിട്ടെന്ന് നിലമായ കപ്പലിൽ ദ്വാരം വീഴ്ത്തി ആ കപ്പൽ കുത്തിയതോടുകൂടിയാണ് ഡച്ച് വടക്കിൽ പിന്മാറേണ്ടി വന്നത്.
പോലും അതൊന്നും പ്രശ്നമല്ലായിരുന്നില്ല. തന്റെ മരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ നടത്തിയ പോരാട്ട വീര്യമാണ് തിരുവിതാംകൂറിന്റെ അന്തസ്സുയർത്തിയ ആദ്യത്തെ സമരങ്ങളിലൊന്നെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് മാപ്പാട് പറയും ആ ചെറുപ്പക്കാരന്റെ അമ്മ പറയുന്നത്, മരിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ ഓർത്തിട്ടോ ഞാൻ പേരിച്ച പേരെ പേരുള്ളത് ഒരമ്മ പറയുന്നതാണ്. എന്റെ മകൻ നഷ്ടപ്പെട്ടതല്ല, രാജ്യത്തിന്റെ അസ്തിത്വത്തെ അതിന്റെ വിജയത്തെ എത്തിക്കുവാൻ എന്റെ മകൻ കാരണമായി. അതാണ് എന്റെ അഭിമാനമെന്ന് ഒരമ്മ ചൊല്ലിക്കൊടുക്കുന്ന വാക്യങ്ങൾ കേട്ടുകൊടുക്കുന്ന നിരവധി നിരവധി പോരാളികളുടെ നാടാണ്. ഞാനത് വിസ്താരങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. ആദ്യത്തെ കാർഷിക സമരം ഉൾപ്പെടെ പലരും ഇവിടെ നിന്നാണ് തിരുവിതാംകൂറിലേക്ക് പോയതെന്ന് ചരിത്രം തന്നെയുണ്ട്. എനിക്ക് പറഞ്ഞത് ഇത്തരം ഒരു സമർത്ഥമായ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് വംശീയമായ പ്രവർത്തനം നടന്നത്. ഒരു സംസാരം ഒരു നാടിനെ ഒരു വ്യക്തിയെ വാർത്തെടുക്കണമെന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമായിരുന്നത്. ഈ പെരുമാറ്റങ്ങളിൽ ഒക്കെ നമ്മൾ കേൾക്കുന്നതിന്റെ പാട്ടുകൾ കവിത എഴുതുന്ന നിസ്സാരമായ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പേരിൽ കവിത എഴുതി തെരുവകച്ചവടം നടത്തിയിരുന്ന എത്രയോ പേരുണ്ടായിരുന്നു. നിരവധി എഴുത്തുകാർ, ആരും അംഗീകാരം കിട്ടാതെ പോയ എഴുത്തുകാർ, അവർ എത്ര കേട്ടിട്ടുണ്ടോ? അതിനുള്ള യാതൊന്നും ഇത്തരത്തിൽ നിരവധി കവിതകൾ എഴുതി ഉപജീവനമാർഗം നയിച്ചിരുന്ന ധാരാളം ആളുകൾ അവരൊക്കെ ഉണ്ടായിരുന്നത് പാരമ്പര്യം അസുഖത്തിന്റെ ഈ പാട്ടുകളൊക്കെ കേൾവിപ്പാട്ടുകളോ ആ കേൾവിപ്പാട്ടുകൾ സദസ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതനുസരിച്ച് കേൾവിപ്പാട്ടിൽ എത്രയുണ്ട്. ഇങ്ങനെ നിമിഷം കൊണ്ട് കവിത എഴുതുന്ന സാഹിത്യ പ്രതിഭകൾ ഉണ്ടായിരുന്ന ഒരു നാടിന്റെ പാരമ്പര്യത്തിൽ നിന്നായിരുന്നു വംശീയക്കാര് വളർന്നത്. വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം രചിച്ച വ്യാസങ്ങൾ എത്രയോ പ്രാന്തങ്ങൾക്ക് അദ്ദേഹം സ്കൂളിൽ പോയി പഠനം സമാപിച്ചു. സർക്കാർ ഉദ്യോഗത്തിൽ കയറിയപ്പോൾ എന്റെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് അത് പ്രതിബന്ധമാകുമെന്ന് കണ്ടപ്പോഴത് വിട്ടതിന് ആര് ഈ ത്യാഗം കാര്യം ചെയ്യുന്നു. ത്യാഗമാണെല്ലാവരെയും വളരെ കരുതയെന്ന് ആദ്യം തെളിയിച്ചുകൊണ്ട് ഒന്നും വേണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടതിന് അദ്ദേഹം ശരിക്കും പറഞ്ഞ ഉന്നതത്തിൽ പോലും ആ കാലഘട്ടത്തിൽ പ്രവേശിക്കുന്നില്ല. ഇന്നെല്ലാവരെയും വിദ്യാഭ്യാസം നൽകുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തിലുള്ള തനിക്ക് കിട്ടിയ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ കർത്തവ്യം മറ്റൊന്നാണെന്ന് കരുതിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഖണ്ഡത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട അദ്ദേഹം എത്രയോ പ്രാവശ്യം പ്രകടനാക്കപ്പെട്ടു. അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല എന്നുള്ളതാണ്. ആ ആത്മധൈര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. തിരുവിതാംകൂറിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു ഭാഗം പറയാമല്ലോ. മംഗോളിയൻ ഗ്രൂപ്പിന്റെ വീട്ടിൽ യാഥാർത്ഥമായി നിൽക്കുന്ന മംഗോളിയൻ ഗ്രൂപ്പ് സൂക്ഷിക്കുന്ന ഇദ്ദേഹത്തിന് ജയിലിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടാൻ പറ്റുമോ, തളച്ചിട്ടാൻ നിൽക്കുമോ? അതായിരുന്നു വംശി നാരായണദാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ നിന്ന് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അത്തരം പുസ്തകങ്ങളിൽ ഒന്നാണ് കൃഷ്ണദേവരായ പുസ്തകം. ആ പുസ്തകത്തിലെ അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ പാഠപുസ്തകമായി സ്വീകരിച്ചപ്പോൾ കിട്ടിയ 1000 രൂപയിൽ പഠിച്ചു ചേർത്തതാണ് ഈ സ്കൂൾ. ഇന്നത് കിട്ടിയാൽ ഇതുപോലുള്ളൊരു പ്രതിഫലം കിട്ടിയാൽ നമ്മളെന്ത് ചെയ്യും? ഇതൊക്കെ ഒരു സമൂഹത്തിനോട് സ്നേഹമുള്ള രാജ്യസ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. കടമയാണ്. സ്വരാജ്യ പത്രത്തിന്റെ സഹപ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഇവിടെ മഹാത്മാഗാന്ധിജിയുടെയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ, സിദ്ധാന്തങ്ങൾ, ആഗ്രഹങ്ങളുമെല്ലാം എങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാം, അവർക്ക് നൽകാമെന്ന് കരുതി തുടങ്ങിയ മഹാത്മാ എന്ന് പറയുന്ന
കാലപത്രം പിന്നീട് തൃശ്ശൂരിൽ നിന്ന് ദിനപത്രമായി വളർന്ന അങ്ങനെ പത്രാധിപരുടെ മേഖലയിൽ ഒക്കെ അദ്ദേഹം ഏറ്റവും രസകരമായ കാര്യം ഉപസംഗ്രഹനം നടക്കുമ്പോൾ ഈ അംശയിൽ നിന്ന് അദ്ദേഹം കണ്ണുകളുടെ കാലയാത്ര നടത്താൻ ശ്രമിച്ചു. വല്ലാത്തൊരു മനക്കരുത്ത് വേണം, അല്ലെങ്കിൽ നടത്താൻ സാധിക്കില്ല. ഇന്ന് ഒന്ന് തൊട്ടടുത്ത സ്ഥലത്ത് പോകണമെങ്കിൽ വണ്ടി വേണം, ബൈക്ക് പോകണമെന്ന് ശരീരത്തിൽ യുവതലമുറയുടെ മുമ്പിൽ ഇതൊരു വലിയ മാതൃകയാണ്. ഇത്രയും ദൂരം നടക്കാൻ ആ നടപ്പ് എന്ന് പറയുന്നത് പണ്ട് നമ്മൾക്ക് സവർണജാഥ നടത്തി വട്ടത്തിൽ നിന്ന് തിരുവിതാംകൂർ വരെ നടത്തിയ സവർണജാഥയെക്കാളും എത്രയോ ഇരട്ടി ദൂരം സഞ്ചരിക്കേണ്ടി വന്നാലും ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറില്ല എന്ന മനക്കരുത്തോടുകൂടി അദ്ദേഹം ആ യാത്രയ്ക്ക് എത്തിയതാണ് ഈ പാട്ട്. അതിന് ഒരു തിരുവിതാംകൂർ ടച്ചുണ്ട്. ഈ തെക്കൻ തിരുവിതാംകൂറിലെ ഈ കന്യാകുമാരി, ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ ഈ പരിസരങ്ങളിലെ സാധാരണക്കാരായ കവികൾ രചിക്കുന്ന കവിതയുടെ ഒരു ശക്തിയും ഊർജവും അറിയും. അതിന് ഒരു പോരിലേക്ക് നീങ്ങുന്ന പടയാളിയുടെ അങ്കക്കരിയെ നടക്കുന്നുണ്ട്. ഏതെല്ലാം തരത്തിൽ അവരെ വായിച്ച് നമുക്ക് പ്രചോദനമാകുന്ന, നാളെ കഴിഞ്ഞിട്ട് ഒരു സമരത്തിൽ പ്രചോദനം നൽകുന്ന ഒരു വരികളാണ് നമുക്കുള്ളത്. ഇന്ന് മാത്രമല്ല, ഇതേപോലെയാണ് കൂടെ വന്നപ്പോഴേ അദ്ദേഹം അതേപോലെ കാര്യം ധരിച്ചിരുന്നു. യുവഹരി, യുവഹരി, നരഹരി, ആ പറയുന്നില്ല. അപ്പോൾ അവിടെയാണ് അംശിനാരായണപിള്ള എന്ന് പറയുന്ന ഈ മഹാമനുഷ്യൻ സാഹിത്യ അക്കാദമിക്ക് പ്രിയങ്കരനാണ്. സാധാരണക്കാരന്റെ ഭാഷയിൽ അവന് മനസ്സിലാക്കുന്ന രീതിയിൽ താൻ നടത്തുന്ന പോരാട്ടത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടൊപ്പം നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഗാനം രചിക്കുക, അങ്ങനെയുള്ള കവിതകൾ രചിക്കുക, അതിലൂടെ ഇതിന്റെ ഭാഗമാക്കിയിട്ട് അവരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക എന്ന് പറയുന്ന വലിയ കർത്തവ്യം അത് ഈ കന്യാകുമാരി ജില്ലയിൽ നിന്ന്, അതാണല്ലോ നമ്മുടെ ഒരു ദേശീയ ഉഗ്രഥനം എന്നൊക്കെ പറയുന്നത്. അത് ഇവിടെ നമുക്ക് സമാരംഭിച്ചുള്ളതാണ്. അതിന്റെ പാരമ്പര്യം മുഴുവനും ശക്തിയും ചോർന്നു പോകാതെ പിൽക്കാലത്ത് നമുക്ക് എത്ര പേർക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു എന്നത് ഓർമ്മ മുതലേ ഇന്നത്തെ ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ നടന്നൊരു സദസ്സ്, അതിന്റെ താല്പര്യം എന്ന് മാത്രമല്ല, ഒരു നാട്ടിൽ നിന്ന് പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷണീയമായിട്ടോ അല്ലെങ്കിൽ ആനുഷംഗികമായിട്ടോ മാത്രം പലരും പരാമർശിക്കപ്പെടുന്ന പേരാണ് അംശനാരായണപിള്ള സാറിന്. ഞങ്ങളുടെ പാടില്ല. ആ സ്ഥാനത്ത് വലിയ വലിയ ആളുകളായിട്ട് അവരോധിക്കുന്നത് വാരിയെടുക്കുന്നത് കുഞ്ഞമ്മളാണ്. അല്ലെങ്കിൽ അവരോധിക്കുന്നതെന്ന വൈചിത്രവും കൂടി നമ്മൾ കാണും. അപ്പോ അത്തരത്തിൽ നമ്മൾ ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പോലും കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടും കൂടി തമസ്കരിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നമ്മൾ ഇത്തരം ഒരു കാര്യപരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഓർക്കുക. ഇതൊരു പ്രചോദനമാകണം. ഒരുപാട് ഭീഷണിയാണ് ഒരു പക്ഷേ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കാളും വലിയ ഭീഷണികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണെന്ന് നമ്മുടെ നാട്ടിൽ. ആ കൊണ്ട് നമ്മൾ ഇതുപോലുള്ള മഹാവ്യക്തികളുടെ ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കുകയും അതിന്റെ പ്രഭ ചുറ്റുവട്ടങ്ങളിൽ പ്രസരിപ്പിക്കുവാനുള്ള കർത്തവ്യം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടും ഇതിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചതുകൊണ്ടും അംശി നാരായണപിള്ള സാറിന്റെ പാരമ്പര്യം വഹിക്കുന്ന ഈ നാട്ടുകാരോടെല്ലാം എന്റെ ഹൃദയത്തെ രേഖപ്പെടുത്തിക്കൊണ്ടു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്താൻ
കേരള സർവകലാശാലയിലെ മലയാള വിഭാഗം മുൻ മേധാവിയായ ശ്രീ പി വി ശശികുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഇവിടെ പ്രഭാഷണം നടത്താൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്തിനെ ഞാൻ അവതരിപ്പിക്കുന്നു എന്നതിനെ വിശദമാണ്. ഓയിലിന്റെ വളരെ ചെറിയ ഒരു കവിതയാണ്. അതിന്റെ പേര് ഉപ്പ്. രാവിലെ ഓട്ടിയ മുമ്പിൽ ഉപ്പ് കൈയെടുത്ത് ആവി പറക്കുന്ന തൊഴിലിറങ്ങി കലക്കിക്കൊണ്ട് ഉടച്ചി കൊച്ചുമോനോട് പറയുകയാണ്, ഈ ഉപ്പ് എപ്രകാരമാണോ കഞ്ഞിയിൽ അരിഞ്ഞ് ഇല്ലാതായി പോകുന്നത്, അതുപോലെ ഞാനും ഒരു നാൾ നിന്ന നിൽപ്പിൽ മറന്നു പോകും. പക്ഷേ ഉപ്പ് കഞ്ഞിയിൽ അരിഞ്ഞു ചേർന്നു എങ്കിലും കഞ്ഞി അല്പം നാട്ടിൽ വെച്ചാൽ ഉപ്പിന്റെ രസം നമുക്ക് അനുഭവിക്കാം. ക്രിസ്ത്യൻ രൂപത്തിൽ അല്ലെങ്കിൽ പകൽ രൂപത്തിൽ ഉപ്പില്ല. അതുപോലെ നിന്ന നിൽപ്പിൽ ഞാൻ ഒരു ദിവസം ഇല്ലാതായി പോകും. പക്ഷേ നിന്റെ ജീവിതത്തിലുടനീളം ഒരു ഉപ്പായി ഉപ്പരസമായി ഞാൻ ഉണ്ടാകും. ഇതാണ് മുത്തശ്ശി കുട്ടിയോട് പറയുന്നത്. രാവിലെ ഓടിയ ഉള്ളിൽ ഇത്തിരി ഉപ്പ് തരികയിൽ ആവിമാകുന്ന ഒരേക്കഞ്ചിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് നാളെ കാണുന്നു എങ്ങനെയാണ് ഉപ്പുണ്ടാകുന്നത് എന്ന് അവൻ ശാസ്ത്രീയമായി തന്നെ പഠിച്ചു. കടൽ തീരത്ത് ചെന്നപ്പോൾ പകർന്നു വീഴുന്ന ഉപ്പ് കടലിന്റെ തിരമാലകൾ തീരത്ത് വന്ന് ആട്ടലയ്ക്കുമ്പോൾ തന്റെ ഉണ്ണിയെ കാണാതെ മുലപ്പാൽ ചുരന്ന് എല്ലായിടത്തും ഒഴുകി പരന്ന് അവസാനം ആ മുലപ്പാലിൽ മുങ്ങി വരിക്കുന്ന ഒരമ്മയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ കവിത അവസാനിക്കുന്നത്. ഞാൻ പറയാൻ കാര്യം, ഉപ്പ് പരരൂപത്തിൽ കഞ്ഞിയിലില്ല, പക്ഷേ ഉപ്പിന്റെ രസം കഞ്ഞിയിൽ എല്ലായിടത്തുമുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരനുഭവം ആണ് ഇന്നത്തെ കഥാപുരുഷനായ ശ്രീ അംശിയും ഞാനും തമ്മിൽ ഒരു ചെറിയ കാര്യത്തിൽ ബന്ധപ്പെട്ടത്. എന്നാണ് ഞാൻ പറയാം. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഗ്രന്ഥശാലക്കാര് കൊറോണയെ സംബന്ധിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള കഥകളുടെയും കവിതകളുടെയും ഒക്കെ ഒരു സമാഹാരം അവർ സംഘടിപ്പിച്ചു. അങ്ങനെയാണ് പുറത്തിറങ്ങണം. അപ്പൊ അതിൽ എന്നെ വളരെ മുമ്പേ അറിയാവുന്ന ഒരാളിനോട് ചോദിച്ചു, നിങ്ങൾ മുമ്പേ കവിത എഴുതുമായിരുന്നല്ലോ പഠിക്കുന്ന കാലത്ത്, ഇപ്പൊ നിങ്ങൾ കവിത എഴുതി നിർത്തി. ശരിയാണ് അയാൾ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ കൊറോണയെ കുറിച്ച് ഒരു കവിത എഴുതിയിരുന്നു. ഇതായിരുന്നു അവരുടെ ആവശ്യം. കൊറോണ എന്ന വിഷയം, അതിനെക്കുറിച്ച് ഒരു കവിത എഴുതണം. അപ്പൊ അത് ഞാനൊരു വെല്ലുവിളിയായി അത് ഏറ്റെടുത്തിട്ട് പിന്നെ ഞാൻ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ട് നടന്നു. കവിത എങ്ങനെ തുടങ്ങണം, എങ്ങനെ തീർക്കണം എന്നൊക്കെ. അപ്പൊ ആദ്യമായി എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ മാനവരി ഉടൽ കൊണ്ട് അകന്നിടാം, ഉയിർ കൊണ്ട് അടുത്തിടാം, കൊറോണ എന്ന മായി പെയ്തു പെയ്തൊടുങ്ങിടും വരെ. ഞാൻ കവിതയെ ആദ്യം എഴുതിയ മാനവരി. പിന്നീട് ഞാൻ തന്നെ അതൊന്നും ഇങ്ങനെ ചൊല്ലാൻ പറഞ്ഞു. ഉടൽ കൊണ്ട് അകന്നിടാം, ഉയിർ കൊണ്ട് അടുത്തിടാം, കൊറോണ എന്ന മായി പെയ്തു പെയ്തൊടുങ്ങിടും വരെ. അപ്പോഴാണ് ഞാനൊരു ലേഖനോടെ തിരിച്ചറിയുന്നത്, വരിക വരിക സഹജരെ അതേ ഇനത്തിലാണ് ഞാൻ ഈ നാല് വരി എഴുതിയുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇനത്തിൽ എഴുതണമെന്ന് മുൻകൂട്ടി ധരിച്ചുകൊണ്ടല്ല ഞാൻ വരികൾ എഴുതിയത്. അപ്പോ അതിന്റെ അർത്ഥം ഉപ്പ് തന്നെ കഞ്ഞിയിലില്ലെങ്കിലും എവിടെ തൊട്ടാലും ഉപ്പ് ചുമയ്ക്കും എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ കവിത കഞ്ഞിയിലെ ലവണരസം പോലെ ഉപ്പുരസം പോലെ എന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഇനത്തിൽ എഴുതണമെന്ന് സങ്കല്പിച്ചതല്ല. പക്ഷെ വൈദ്യുതിന്റെ കവിതയിൽ പറയുന്നത് പോലെ അംശി നാരായണപിള്ള എന്ന ഒരാളിന്റെ കാവ്യ സംസ്കാരം അദ്ദേഹം മൺമറഞ്ഞിട്ട് 40 വർഷം ആകുന്നു.
കവി അല്ലാത്ത എന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞാനൊരു സത്യത്തിന്റെ നേട്ടങ്ങളോടെ മനസ്സിലാക്കി. അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ആ കാവ്യ സംസ്കാരം ഒരു പോയറ്റിക് എക്സ്പീരിയൻസ് ആയി എന്റെ മനസ്സിൽ കിടന്നിരുന്നു എന്നാണ്. പിന്നീട് ആ കവിത ഞാൻ മൊത്തം അതേ താളത്തിൽ തന്നെ എഴുതി പൂർത്തിയാക്കി. അങ്ങനെ എഴുതി പൂർത്തിയാക്കി ആക്കുവാൻ പ്രേരണയായത് ആദ്യമായി മനസ്സിലേക്ക് കടന്നു വന്ന ആ മലയാളിയാണ്. അതാണ് അംശി നാരായണപിള്ള എന്ന പോയറ്റിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ പോയറ്റിക് എക്സ്പീരിയൻസ്. അത് എന്നിൽ ഒരു താളബോധമായി പ്രവർത്തിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. ഇനി ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് വേറെ ചെറിയ കാര്യം ചെയ്യാനുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില പ്രധാന സംഭവങ്ങളെ ഒന്നുകൂടെ ഓർമ്മയിൽ പെട്ടിത്തരാൻ വേണ്ടിയാണ്. അദ്ദേഹം മലയാളിയായിരുന്നു, പത്രാധിപരായിരുന്നു, ജ്യോതിഷ പണ്ഡിതനായിരുന്നു. കന്യാകുമാരി ജില്ലയിലെ വിളവക്കോട് താലൂക്കിൽ അംശി എന്ന സ്ഥലത്ത് 1895 അദ്ദേഹം ജനിച്ചു. പഞ്ചിയൂർ താലൂക്കിൽ വിദ്യാഭ്യാസത്തിൽ തിരുവിതാംകൂറിലെ പോലീസ് വകുപ്പിൽ ക്ലാർക്കായിരിക്കുന്ന സമയത്താണ് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷകനായി അതിലേക്ക് ഇറങ്ങുന്നത്. ഉദ്യോഗം രാജിവെച്ച് സമരരംഗത്തിറങ്ങി. ഞാൻ സംഭവങ്ങൾ എടുത്തു പറയുന്നത് എന്തിനും ഞാൻ പിന്നീട് പറയാം. സമരരംഗത്തിറങ്ങി, ഉപസത്യാഗ്രഹത്തിലും സത്യാഗ്രഹത്തിലും പങ്കെടുത്തു. വായിച്ച ലേഖനങ്ങളുടെ ഓർമ്മസഭയുള്ള സ്വരാജ് പത്രാധിപരായിരുന്നു. ഗാന്ധിജിയുടെ ആശീർവാദത്തോടെ 1924 തിരുവനന്തപുരത്ത് നിന്ന് മഹാത്മാ എന്ന പേരിൽ ഒരു വാരിക നിലയിൽ ഗാന്ധി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ദേശാഭിമാനികളെ വളരെ ആവേശമൊഴിക്കുന്ന വീരഗാഥകളായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ സംഭാവനകൾ. പുസ്തകങ്ങൾ ഗാന്ധി രാമായണം, കാരാഗൃഹത്തിൽ, രണ്ടാം ഭാരതയുദ്ധം, നവീന പ്രഹ്ലാദൻ, വലിയ വലിയ സഹചര്യ, കോൺഗ്രസോ കമ്മ്യൂണിസമോ, വിഭൂതി, കൃഷ്ണദേവരായൻ, സർക്കാർ നിയന്ത്രണം, ആത്മസംയമനം, സംസ്കൃത നാടക കഥകൾ, സമരഗാന സമാവേശം. ഈ മുഖ്യ കൃതികളിൽ വൈവിധ്യം എന്ന് പറയുന്ന ഒരെണ്ണം അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശസ്തരായ കവിയായി മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് ഒരാൾ കവിഭാരതം എഴുതുന്നു, രാമായണത്തിലെ കഥാപാത്രങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് മറ്റൊരാൾ കവി രാമായണം എഴുതുന്നു. ആ വഴിയിൽ ഒരു കാവ്യ പരിശ്രമം അംശി നാരായണപിള്ള നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഗാന്ധി രാമായണത്തിൽ ശ്രീരാമനാണ് മഹാത്മാഗാന്ധി, സീതയാണ് ഭാരതഭൂമി, ബ്രിട്ടീഷ് ഭരണകൂടമാണ് രാവണൻ, ഈ ബ്രിട്ടന്റെ കൊടിയാണ് ശിശുപാവൃക്ഷം. അപ്പൊ ബ്രിട്ടന്റെ കൊടിയാകുന്ന ശിശുപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ ബ്രിട്ടൻ ഭരണകൂടമാകുന്ന രാവണൻ ഭാരതമാകുന്ന സീതയെ കൊണ്ടിരിക്കുന്നു, സീത ദുഃഖിതരായിരിക്കുന്നു. എന്നെങ്കിൽ ശ്രീരാമൻ എന്ന ഗാന്ധിജി തനിക്ക് മോചനം എന്ന് പറയുന്ന പ്രതീക്ഷ. കൊച്ചി, തിരുവിതാംകൂർ, മദ്രാസ്, തിരുവിതാംകൂർ, കൊച്ചി സർക്കാരുകളെല്ലാം ഇത് വിരോധിച്ചു. രണ്ടാം ഭാരതയുദ്ധം, നവീന പ്രഭാതനും ജാലിയൻവാലാബാഗിലെ കൂട്ടക്കൊലയും ഭഗത് ബന്ധവും വിരോധത്തിനായിട്ടു. നേരത്തെ പറഞ്ഞതുപോലെ 1930 മഹാത്മായുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ 25 സന്നദ്ധ ഭടന്മാരോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് മലബാറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം രചിച്ച കൃതിയാണ് ഏറ്റവും പ്രശസ്തമായ അംശി നാരായണപിള്ള എന്ന് കേട്ടാൽ ഒരുപക്ഷെ ഇത് മാത്രം അറിയുന്ന ആൾക്കാരുണ്ട്. ചില പ്രയോഗങ്ങളും തന്നെയാണ്. അങ്ങനെ കൈമാറുന്ന നേട്ടാൽ എല്ലാവരും വൈകുണ്ടി ആദ്യം ഓർമ്മിക്കും. കരകച്ചന്റെ രീതിയിൽ നേട്ടാ കണ്ണമ്പുഴയെ ഓർമ്മിക്കും എന്ന് പറഞ്ഞാൽ മതി. അംശി നാരായണപിള്ള സമം വരിക സാധ്യത. രചയിതാവിന് ജയിച്ചിട്ട് സൗന്ദര്യ ആവിഷ്കാരം ഒരിക്കലും അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നില്ല. എങ്ങനെ സമരാവേശം വളർത്താം, ഇതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എല്ലാ വീര സമാധാനങ്ങളായി രാഷ്ട്രീയ സംഭവങ്ങൾ, വീരദേശാഭിമാനികളുടെ സാംസ്കൃതികൾ വികാരതീക്ഷ്ണതയോടെ ആവിഷ്കരിക്കാൻ കഴിയുന്ന പുസ്തകം. അതിനുവേണ്ടിയുള്ള കാവ്യഗ്രന്ഥങ്ങളാണ് അദ്ദേഹം വായിക്കുക. അല്ലാതെ ഒരിക്കലും വളരെ നിലവാരം കൊടുക്കാറില്ല. നിർഭയത്വമുണ്ടായിരുന്നു, സ്വാനുഭവ തീക്ഷ്ണത തന്റെ കൃതികളുണ്ടായിരുന്നു, വിദ്യാഭ്യാസ പ്രവർത്തനമായിരുന്നു, ചരിത്ര ഗവേഷണം നടത്തിയിട്ടുണ്ട്, ഗ്രാമോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഗ്രാമത്തിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. 1900
81 ഡിസംബർ 9 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം പൂർണ്ണമായ ആത്മകഥ എഴുതിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ അന്വേഷണത്തിന്റെ എഴുതിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കുറിപ്പ്, ആത്മകഥ ഒരു കുറിപ്പ് എഴുതാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രചോദനം ഉണ്ടായി. അതിൽ ആദ്യത്തെ 2 വാക്കുകൾ കേട്ടുള്ളൂ. അത് ജീവിതത്തിൽ ഞാൻ അല്പവും പ്രതീക്ഷിക്കാത്ത ഒരു ഇരുട്ടടിയായിരുന്നു. ആദ്യത്തെ വാക്ക് എന്താണ് പ്രതീക്ഷിക്കാത്ത ജീവിതത്തിലുണ്ടായ ഇരുട്ടടി എന്ന് പറയുന്നത്? അതിതാണ് കേരളം പറഞ്ഞതോടുകൂടി ആദ്യ കേരളവാസിയായ എന്നെ മദ്രാസിയിൽ മറിച്ചത്. ആദ്യ കേരളവാസി സ്വയം വിശേഷിപ്പിക്കുകയാണ്. എന്നെ കേരളത്തിൽ നിന്നെടുത്ത് മദ്രാസിയിലേക്ക് മറിച്ചിട്ടത്. അതാണ് പ്രയോഗം, മറിച്ചിട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാത്ത ഒരു ഇരുട്ടടിയായിരിക്കും. ഒരുപക്ഷെ വിധിയായിരിക്കാം. ഭാഗ്യവാന്മാരെ സൃഷ്ടിക്കുന്ന മണ്ണുകൊണ്ടല്ല നിയതി എന്നെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി. അംസി എന്ന 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് സർക്കാർ എന്നെ എടുത്ത് മറിച്ചിട്ടു. എന്നെ അംസിയിലേക്ക് മറിച്ചിട്ടപ്പോൾ ചെറിയ ആ ഗ്രാമം രാജാ കേശവദാസൻ ജനിച്ച കുന്നത്തൂരിനടുത്താണ്. ഈ അംസി കുന്നത്തൂരിനടുത്താണ്. വേദത്തമ്പി തലക്കുളം അധികം ദൂരെയല്ല. അയ്യപ്പനുള്ള മാതാപിതാക്കളുടെ സ്ഥലവും അടുത്താണ്. കാളിനായരുടെ ഈ ജന്മസ്ഥലവും അടുത്താണ്. അങ്ങനെ ഞാൻ ഈ അംസി പ്രദേശക്കാരനായി അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനായി മാറി. വലിയ പാരമ്പര്യമുള്ള തറവാട്ടിലാണ് ജനിച്ചത്. തട്ടിന് മുകളിൽ ഉൾപ്പെടുത്ത ആയുധങ്ങൾ, ചാവേറ്റ് വിരുദ്ധീനം, പടയാളിയായിട്ട് രക്തത്തിൽ പടയാളിയുടെ രക്തം, ശരീരത്തിൽ പടയാളിയുടെ രക്തം ഓടുന്ന എനിക്ക് പടപ്പാട്ടുകൾ എഴുതുവാൻ വേറെ എന്തിനാണ് ഒരു പ്രേരണ? ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് ഹൈസ്കൂളിൽ എഴുതി പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും അക്കൂട്ടത്തിൽ പെട്ടു. പക്ഷേ പിന്നീട് ഞാൻ പടമെഴുതിയത് പട്ടിണിയോടായിരുന്നു. പട്ടിണി എന്ന് പറയുന്ന വാക്കിനകത്ത് ചേർത്ത് കടന്നു വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് പട്ടിണിക്ക് ഓപ്പോസിറ്റായിട്ട് അദ്ദേഹം പ്രവേശിക്കുന്നത് പട്ടണി പത്മജ നൃത്തം എന്നാണ്. പത്മജ സാധന ലക്ഷ്യം ചെയ്യുകയാണ്. പട്ടിണിക്ക് പറയാം പട്ടണി പത്മജ നൃത്തം കാണാനുള്ള സംവിധാനം, ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നതാണ് എന്റെ ലക്ഷ്യം. ഞാൻ ഗാന്ധിയമാനം പ്രസിദ്ധീകരിച്ചു. നേരത്തെ സൂചിപ്പിച്ച ശ്രീരാമനും സീതയും രാവണനും ലക്ഷ്മണനും എല്ലാം അതിലുണ്ടായിരുന്നു. രാജഗോപാൽ രാജായി ലക്ഷ്മണന്റെ റോളിലാണ്. മാരുതി മഹാബലി നാരായണൻ ഹനുമാൻ ജവഹർലാൽ നെഹ്റു. അങ്ങനെ അദ്ദേഹത്തെ 2ാം വാൽമീകി എന്ന് വീട്ടിലേക്ക് രാമായണത്തെ മാറ്റി എഴുതിയവൻ എന്നുള്ള അർത്ഥത്തില് 2ാം വാൽമീകി എന്ന വീട്ടുകാർ അദ്ദേഹത്തിന് എന്റെ 2 കൃതികളെ തട്ടിയെടുത്ത കംസൻ കോടതികളും സർക്കാരും ഒക്കെ നിരോധിക്കുമ്പോൾ, കൃതികൾ നിരോധിക്കുമ്പോൾ കുട്ടിയെ തട്ടിയെടുക്കാൻ പലവിധ ഉപായങ്ങൾ ഭയക്കുന്ന പൂതനെ പോലുള്ളവരെയൊക്കെ അയക്കുന്ന ആ കംസന്റെ റോളിലാണ് അവരദ്ദേഹത്തെ കാണുന്നത്. ഈ വലിയ സംഘടന എന്ന് പറയുന്ന കവിയെ കുറിച്ച് ഞാൻ ഈ വൃത്തശാസ്ത്രത്തിൽ അല്പം താല്പര്യം ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഈ ഉൾപ്പടികൾ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ ആദ്യം വൃത്തമഞ്ചേരി പറഞ്ഞു നോക്കി. അങ്ങനെ തന്നെ ഇതുപോലെ ഒരു വൃത്തം പരാമർശിക്കപ്പെടുന്നുണ്ടോ എന്ന്. കാരണം ഇത് വാസ്തവമാണ്, നിങ്ങൾക്കറിയാം. ഈ കാലത്താണ് ആ വൃത്തം പോകുന്നത്. വൃത്തശാസ്ത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ടത് പറയാവുന്ന ഒരു വൃത്തമേ ഉള്ളൂ. ഒരുപക്ഷെ വൃത്തമഞ്ചേരി 2ാമത് സംശോധിത സംസ്കരണം നടത്തിയ കെ വാദ്യാർ ഉൾപ്പെടെയുള്ളവർ ഇതിന് അതിനകത്ത് പ്രവേശനം കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. വലിയ സംഘടനമായി ഇതിനോട് സാമ്യമുള്ള ഒരു വൃത്തമഞ്ചേരിയുണ്ട്. അത് പഞ്ചരാമയൻ എന്നാണ് അതിന്റെ ജനം ജഗം ഉയർന്നു പഞ്ചരാമയൻ. വൃത്തശാസ്ത്രം പരിചയമില്ലാത്തവർക്ക് ഇവിടെ മനസ്സിലാവില്ല. പക്ഷേ ഈയും ഇത് തന്നെയാണ്. സമർത്ഥനായ പ്രസിദ്ധനായ ഹോമർ, ഇതാണ് അതിന്റെ താളം. പക്ഷെ ആ പുസ്തകം എടുത്ത് ഒരു വലിയ അക്ഷരം എഴുതി നോക്കിയാൽ 16 എണ്ണം കാണും. ഇതില് അംസി ഈ കടപ്പാട്ട് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചത് ഓരോ വരിയിലും 10 അക്ഷരമാണ്.
വൃദ്ധശാസ്ത്രപ്രകാരം ആ എന്ന് ഉച്ചരിക്കുന്നത് ലഘു, ആ എന്ന് ഉച്ചരിക്കുന്നത് ഗുരു. ഈ ഭക്തകരത്തിന്റെയും അവസാനം ഗുരുവാണ്. സകല സമര സമയമായി മാറി ബാക്കിയെല്ലാം ലഘുക്കളാണ്. അങ്ങനെ ഒരു വൃത്തം അദ്ദേഹം സൃഷ്ടിച്ചു. ഇത് അദ്ദേഹം സ്വയം ഉണ്ടാക്കിയതായിരിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ വായിച്ച് വന്നപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നു, വരിക വരിക സഹചരി എന്നുള്ളതിന്റെ വൃത്തം എന്റെ സൃഷ്ടിയാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇന്ന് ആ വൃത്തം വരിക വരിക സഹചരി എന്ന ആട്ട് പട്ടി ഓരോ കവിതയും താഴെ മട്ട് കൊടുത്തു. അല്ലെങ്കിൽ വാണി എന്ന മട്ട്, മാവേലിനാണ് വാണികാലം എന്ന മട്ട് മട്ട് കൊടുത്തു. അപ്പൊ വരിക വരിക സഹചരി എന്ന മട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊറോണയെ കഥാപാത്രമാക്കി ഞാൻ എഴുതിയുണ്ടാക്കിയ ഒരു കാവ്യ സാമഗ്രിയുടെ അതിന് കവിതയുടെ പേര് കൊറോണ കേരള. കൊറോണ കേരള. ഒരു കടപ്പാട്ടിൽ ഒരിക്കലും മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു വാക്ക് പ്രയോഗിക്കാൻ പാടില്ല. ഈ കവിതയിൽ തന്നെ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് വിഷ്ടാപം എന്നാണ്. വിഷ്ടാപം ശബ്ദകാരി എടുക്കുന്നവരെ എത്ര പേർക്കറിയാം വിഷ്ടാപം എന്ന വാക്കിന്റെ അർത്ഥം? അത് വലുതായിരുന്നു എന്നാണ് എന്റെ വീരമായ അഭിപ്രായം. പല്ല് എന്ന് പ്രയോഗിക്കേണ്ടത് എന്നാണ് പ്രയോഗിക്കേണ്ടി വന്നാൽ അത് തന്നെ പ്രയോഗിക്കണം. ബ്രിട്ടീഷ് സർക്കാരിന്റെ പല്ല് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇല്ല. ബ്രിട്ടീഷ് സർക്കാരിന്റെ ദംഷ്ട്ര എന്ന് തന്നെ പറയണം. പിന്നെ ഗതഭയം, സഹനമിക, ഉഷ്ണീഷം, ധ്വാന്താളി, ഇത്തരത്തിലുള്ള പ്രയോഗമാണ്. അത് ഈ ആദ്യത്തെ വലിയ സഹചര്യ എന്ന് പറയുന്ന വരികൾ നമ്മളെ ആകർഷിച്ച് അങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വിഷാവം. നമുക്ക് നാട്ടിലെ ഇടയ്ക്ക് വരാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ പ്രസിദ്ധ നേപ്പാളാണ് കേരളം. ഇഷിരിയിലുള്ള നമ്മൾ ഊർക്കരാണ് തോന്നണം. നേപ്പാളിലെ ഊർക്കന്മാരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രസിദ്ധമായ നേപ്പാളാണ് നമ്മുടെ കേരളം. നമ്മൾ ഓരോ പ്രജയും ഊർക്കയാണ്. അത്രത്തോളം സഹനീയം നമ്മളിൽ ഉളവാകണം. ജയിലിനേക്കാൾ ഉത്തമം എന്താണ്? ഉത്തമം മരിച്ചു പോകുകയാണ് കഴിയുന്നത് ഏറ്റവും നല്ലത്. ഭാരതത്തിലെ മാനികൾക്ക് ഹൃദയേക്കാൾ ഭയാനകമാണ് എന്ന് കുമാരനാശാൻ എഴുതിയ ആ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ജയിലിനേക്കാൾ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള പ്രദേശം ഏതാണ്? അത് മരണത്തിന്റെ മേഖലയാണ്. അടിമകളായി ജീവിക്കുന്നതിനേക്കാൾ ജയിലിൽ കിടക്കണം, അവിടെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാം. 1932 എഴുതിയ പ്രഭാത പേരി എന്ന് പറയുന്ന കവിതയെ കുറിച്ച് ഒന്ന് പരാമർശിക്കാറില്ല. ഈ കവിത സത്യത്തിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആരെങ്കിലും പ്രഭാത പേരി എന്ന് പറയുന്ന കവിത വായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നും എത്രയോ കാലം മുമ്പ് ഇത്രയും പുരോഗമനാശയം പറയുന്ന ഒരു കവി നാം ഉണ്ടായിരുന്നു എന്ന് അവർ അംഗീകരിക്കേണ്ടി വരും. നേരത്തെ സംസ്കരണത്തെ കുറിച്ചും സംസാരിച്ചു. സംസ്കരണം എന്തുകൊണ്ട് സംഭവിച്ചു? ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ് എന്ന് ആവർത്തിക്കുന്നത് കൊണ്ടാണോ കോൺഗ്രസിന്റെ എതിർചേരിക്കാരെ അദ്ദേഹത്തെ തടയുന്നത്? അറിയില്ല. പക്ഷെ പ്രഭാത പേരി എഴുതിയ അംസി നാരായണപിള്ളയുടെ മനസ്സ് നല്ല ചെമപ്പായിരുന്നു എന്ന് ഈ കവിത വായിക്കുമ്പോൾ മനസ്സിലാവും. വഞ്ചിപ്പാട്ട് കഴിയുന്നില്ല. വഞ്ചിപ്പാട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പഞ്ചരാമനം എന്ന് പറയുന്ന വൃത്തവും വലിയ വലിയ സാഹചര്യത്തിലുള്ള വൃത്തവും പടപ്പാട്ടിൽ ഉപയോഗിക്കുന്നതാണ്. പടപ്പാട്ടിൽ അല്ലാതെ അത്യപൂർവ്വം സ്ഥലങ്ങളിലും ഉപയോഗിക്കാറ്. ശ്രീരാമനുമായിട്ടുള്ള അവസാനത്തെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് രാവണൻ നിരൂപില എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക പൂജ നടത്തി. അന്ന് നിരൂപിലയിൽ വെച്ച് രാവണൻ ഒരു ശിവ സ്തോത്രം എഴുതിയുണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ആ സ്തോത്രത്തിന് വേണ്ടി രാവണൻ ഉപയോഗിച്ച ഈണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പഞ്ചജാലകം എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ഇങ്ങനെ രാവണൻ എന്ന് പറയുന്ന കവി എഴുതിയുണ്ടാക്കിയ അത് പഞ്ചജാലമല്ല. ഇവിടെ വാസ്തവമാണ്, പടപ്പാട്ടാണ്. പ്രഭാത പേരിൽ പടപ്പാട്ടാണ്. എന്നിട്ട് അതിനെ ഉപയോഗിച്ച് കൊടുക്കാം. ഒരുപക്ഷെ വലിയ വലിയ സാഹചര്യം
കടന്നുവരാതെ നമ്മൾ സാക്ഷാത്കരിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനകത്ത് കോവിഡ് കടന്നു വരുന്നുണ്ട്, സോഷ്യലിസം കടന്നു വരുന്നുണ്ട്, ജന്മി കുടിയാൻ സാമത്വം വരുന്നുണ്ട്. ആരാണോ അംശയെ സ്പോൺസർ ചെയ്യുന്നത്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണോ? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അംശിയുടെ ഈ 40ാം ജന്മവാർഷികം കേരള സാഹിത്യ അക്കാദമിയിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ എന്റെ അടുത്ത 2 സുഹൃത്തുക്കൾ ഏറ്റെടുത്ത് ഈ സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ ഈ സമ്മേളനത്തെ സ്പോൺസർ ചെയ്യുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും വരാത്തത് എന്ന ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മാത്രമേ ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കൂ. കാരണം ആരെങ്കിലും അത് ചെയ്യണം. കോൺഗ്രസ് എന്ന വാർത്ത ആവർത്തിച്ച് വരുന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ചെയ്യില്ലാതെ പ്രഭാത എന്ന് പറയുന്ന കവിതയിൽ ഒന്നാമതരം കമ്മ്യൂണിസ്റ്റ് കടന്നു വരുന്നതുകൊണ്ട് ചിലപ്പോൾ കോൺഗ്രസ്സുകാരെ ചെയ്യില്ലാതെ. പക്ഷേ ചെയ്യേണ്ടതല്ലേ? നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ അംശി നാരായണ നാട്ടുകാരാണ് എന്ന് തല ഉയർത്തുന്ന അഭിമാനത്തോടെ പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു മലയാളി ജില്ലയിലാണ് എവിടെയാണ് അംശി ഉടനെ ഒരു മലയാളിയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കും വലിയ സ്ഥാനത്തേക്ക് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തുള്ളലിന്റെ കാലക്കാരൻ ജാലിയൻ കാലക്കാരനെ കുറിച്ച് കവിത എഴുതി. ജാലിയൻ കാലക്കാരിലെ ജനറൽ ഡയർ എന്ന് പറയുന്ന ആ ഭീകരന്റെ അവസ്ഥയൊക്കെ വിശദീകരിച്ചുകൊണ്ടും അത് ദുരന്തം രേഖപ്പെടുത്തിക്കൊണ്ടും എഴുതി. ഭഗത് സിംഗിനെ കുറിച്ച് എഴുതി. തുടർ വിപ്ലവം മോശം ഇന്ത്യക്ക് കൽപ്പിച്ച് ചാകാൻ വളർത്ത ഭഗത് സിംഗ്. സാധാരണ നമ്മള് മനുഷ്യൻ കഴിയുമ്പോൾ ചാകുക എന്ന് പറയാറില്ല. പട്ടി തത്തു, പശു തത്തു, ഇങ്ങനെ മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ മരിച്ചു എന്നുള്ളവരെ സാധാരണ ഉപയോഗിക്കും. പക്ഷേ ചാവുക എന്ന് പറയുന്ന വാക്ക് തന്നെ ആ ഭഗത് സിംഗിന്റെ ജീവിതത്തിന്റെ തീവ്രത നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൊടുക്കും. ഖിലാഫത്ത് താളത്തിലാണ്, തുള്ളൽ താളം, ഹിന്ദു മുസ്ലിം ഐക്യം. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്വതന്ത്ര ജനതയോട് എന്ത് സന്ദേശമാണ് അങ്ങനെ കൊടുക്കാനുള്ളത് എന്ന് മഹാത്മാഗാന്ധി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇന്ത്യൻ ജനതയുടെ സന്ദേശം തരുന്നു എന്ന് പറയാൻ വേണ്ടി മഹാത്മാഗാന്ധിയെ അന്വേഷിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് എത്രയോ കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു മുസ്ലിം വൃദ്ധയുടെ വീട്ടിൽ ഉപവസിക്കുകയായിരുന്നു ഗാന്ധിജി. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സ് നേരെയാവാൻ വേണ്ടി അദ്ദേഹം കൊടുത്ത സന്ദേശം എല്ലാവർക്കും അറിയാം. വൈസ് ഫോർ ജൂലിയൻസ് നമ്മൾ എന്തിനാണ് ആഘോഷിക്കണം? സവർണതി ഇപ്പോൾ വളരെ ദൂരെയാണ്. ഹിന്ദുസ്ഥിതി എവിടെ നടക്കുന്ന നവജീവികളാണ് നമ്മളെ അടുത്തുള്ളത് എന്നാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച വരിക വരിക ജവഹരി, വരിക വരിക നരഹരി, വരിക വരിക യുവഹരി, നരഹരി യുവഹരി, വരിക വരിക. അത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ഉയർത്തണം, മംഗളം വളർത്തണം, മംഗളത്തിനു തന്നെ ഞങ്ങളെ പഠിക്കണം. ഒരു പ്രവചന സ്വഭാവമുള്ള വരികയാണ്. നരഹരി യുവഹരി ജവഹരി, താങ്കൾ ഞങ്ങളെ ഉണർത്തണം, എന്നിട്ട് ഞങ്ങളെ തന്നെ നിങ്ങൾ ഭരിക്കണം. ഗാന്ധിരാമായണം ദിനോദരേതു കേരളത്തിലാണ് അദ്ദേഹം എഴുതിയത്. ഓരോ ദാരിദ്ര്യത്തിൽ ഈ കവിതയെ ഗാന്ധിരാമായണം ഒരു പ്രധാന കവിത തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഈ കവിത രണ്ടുപേരെയും ഞാൻ ഉദ്ധരിക്കുന്നു. ഓരോ ദാരിദ്ര്യത്തിനുള്ളിൽ മുങ്ങിയ നമ്മെ ഏതൊരാൾ കഥവീശി പിടിച്ച് കരക്കാക്കി, വലവീശി മീൻ പിടിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ മഹാത്മജി കഥവീശി നമ്മളെ വലവീശെന്ന് പറയാൻ കഥവീശാമെന്ന് പറയാറുണ്ട്. അങ്ങനെ കഥവീശി ജയിച്ച് കയറുമ്പോൾ ആ കഥകളിൽ നിന്ന് ആ കഥകളെടുത്ത് വീശുന്ന ആഘാതത്തിൽ നിന്ന് ശ്രീരാമഭദ്രൻ മുന്നേ അയോധ്യാപതി മാത്രം ഈ രാമൻ ഇപ്പോൾ സർവ്വലോകവും ജയിച്ചു. ഗാന്ധിജൻ കയ്യിലുള്ള നൂൽചക്രം കടക്കുമ്പോൾ ശാന്തിപ്പൂവും പൊടി മാറി ചുറ്റിൽ പാടുന്നു. അംശി നാരായണപിള്ളയുടെ രചനകളിൽ കാവ്യാംശം കുറവാണ് എന്ന് ഞാൻ തന്നെ പറഞ്ഞത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നൂൽചക്രം തിരിക്കുമ്പോൾ എന്ന് പറയുന്ന മതി കഥവീശി പിടിക്കുക, നൂൽചക്രം തിരിക്കുക, തിരിക്കുമ്പോൾ ശാന്തിപ്പൂവും പൊടി മാറി ചുറ്റിലും പാടുന്നു. പ്രേമ ഗോളന്മാർ തന്നിൽ ത്യാഗാസ്ത്രം കൊടുക്കുക, സാമമാ സത്യാഗ്രഹ സമരം ചെയ്യൂ. വിശ്വപ്രേമമാകുന്ന വില്ല്, ആ വില്ലിൽ കൊടുക്കുന്ന അമ്മയാണ് ത്യാഗം. അപ്പോ ലോക ആശ്രമം തിരികെ പറയുന്ന ഭൂത ചരാചരങ്ങളോടൊപ്പം എല്ലാത്തിനോടും പ്രേമപൂർവ്വം പെരുമാറുന്ന മഹാത്മാഗാന്ധിയുടെ വില്ലിന്റെ പേരാണ് പ്രേമം. അത് സാധാരണ ആണും പെണ്ണും തമ്മിലുള്ള ലവ്
കവിതകളിൽ അയ്യത്തുലയിലും ഒരുപോലെ അടങ്ങിയിരിക്കുന്ന, ആദിത്യത്തിലും ആനന്ദത്തിലും ഒരുപോലെ അടങ്ങിയിരിക്കുന്ന ഈശ്വരാശ്രം എല്ലാ മനുഷ്യനെ യോജിപ്പിക്കുന്നു. അതാണ് മോഹൻലാൽ എന്നതിന്റെ ചരണം വന്നപ്പോൾ ഉദയാദ്രി അക്കരത്തിൽ ഉദയം ചെയ്ത് ശുക്രകാലം ഇതുവരെ ഈ വിധം വികസിച്ചത് തുന്നി അവിടെ ആവേശമുണ്ട്. പിന്നെ ജഡ്ജി ബ്രിട്ടീഷ് സർക്കാർ പറയുന്നതാണ് കേൾക്കാതിരിക്കുന്നത്. ജഡ്ജി ബ്രിട്ടീഷ് സർക്കാരിന്റെ ഒരു ഉപകരണം മാത്രമാണ്. ഇതിനൊന്നും കഴിയാത്ത അംശി സ്വീകരിച്ച പ്രയോഗം നോക്ക്. ബ്രിട്ടന്റെ മച്ചപ്പി പോലെ ചാവുന്നു. മച്ചപ്പി അളിയൻ എന്നുള്ളതിന് പകരം തനി നാട്ടുപുറത്താൽ ഉപയോഗിക്കുന്ന വാക്കാണ് മച്ചപ്പി. ബ്രിട്ടന്റെ മച്ചപ്പി പോലെ ചമഞ്ഞ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇരുന്നിരുന്നു. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇരിക്കുകയാണ്. ആരാണ്? ബ്രിട്ടന്റെ മച്ചപ്പി. ബ്രിട്ടന്റെ മച്ചപ്പി പോലെ ചമഞ്ഞ് ജഡ്ജി കസേരയിരിക്കുന്നു. പണ്ട് വേറെ തമ്മിൽ പോലെ ഇനിയും പണ്ടിയുടെ വിപ്ലവ. ഞാൻ അവസാന ഭാഗത്തേക്ക് പറയുകയാണ്. ഒരു സ്വന്തം പേരയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി, കോടതി അതിനെ കളവുകളിയാക്കി വെച്ചു. അതൊരു വിചിത്രമായ സംഭവമല്ല. ഒരു പേരയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പേന ദൈവമാനം നേടി വന്നപ്പോൾ അവരുണ്ടായ സന്തോഷമാണ്. മൽക്കൂലിയെ ജയിലിലെ ഉദയികളെയോ വൃത്താന്തമൊന്നും അറിയാതെ അകലിയെ പ്രത്യേകം അങ്ങനെ ജനങ്ങൾ നടത്തി എന്റെ വൃത്താന്തം മമ മേധാൻ സഹായിച്ചു. സുഭാഷ് ചന്ദ്രബോസിനെ കവിത എഴുതിയിട്ടുണ്ട്. അടുത്ത ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പേരുള്ള കവിത പരിചയപ്പെടുത്തുന്നിടത്താണ് ഞാൻ കണ്ണൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില പോയിന്റിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. അതിതാണ് വള്ളത്തോളിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കവിതയാണ് ഭക്തിയിൽ ഭക്തി. അവിടെ അമ്പലം പരം വയ്ക്കുന്ന വെള്ളം തുണി കൊടുത്ത പെണ്ണുങ്ങൾ പാൽക്കടൽ കിടന്ന് കടന്നതുപോലെ എടുത്ത ഡ്രസ്സിട്ട പെണ്ണുങ്ങൾ അമ്പലത്തെ പരം വയ്ക്കുന്നു. തീർത്ഥവും പ്രസാദവും വാങ്ങാനാണ് അതുകൂടെ രാത്രിയുടെ പ്രാർത്ഥനകൾ അവിടെ ഒരുങ്ങി പെരുമാറി ആ അമ്പലത്തിൽ വെച്ച് രണ്ടുപേർ കൂടിക്കാഴ്ച നടത്തുകയാണ്. മേൽപ്പത്തൂരിൽ പൂത്താനം. അപ്പൊ മേൽപ്പത്തൂരിനെ പോയി വടങ്ങി നിന്നിട്ട് പൂത്താനം പറഞ്ഞു. മേൽപ്പത്തൂർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആയിരം സുസംസ്കൃത ശ്ലോകപുഷ്പത്താൽ ഗുരുവായൂർ മന്ദിരേശനെ പൂജിച്ചു വഴി പോലെ ആയിരം ആരോഗ്യ സൗകര്യം നേടിയ മേൽപ്പത്തൂർ. പൂത്താനം ആരാണ്? ജ്ഞാനപ്പാല പാടിയ പുഷ്പോകിയ പൂത്താനം നേരത്തെ മേൽപ്പത്തൂരിനെ തൊഴിലിട്ട് പറഞ്ഞു, ഞാനൊരു ഭാഷാ കവിത എഴുതിയിട്ടുണ്ട്, അത് നിർദ്ദേശിച്ചായിരുന്നു. അപ്പൊ മേൽപ്പത്തൂർ ഭാഷാ കവിതയാണെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുപോയി കാണിക്കാൻ എന്ന് പറഞ്ഞു. അന്ന് രാത്രി മേൽപ്പത്തൂരിന്റെ വാദരോഗം പോലെ നിലവിലുണ്ടാകുന്നു എന്നാണ് അവർ തുടങ്ങിയത്. ഇദ്ദേഹം തിരിച്ചടിച്ചു. അമ്പലം പരമ്പരയാനല്ല, അനാചാര തുമ്പിയായ്മകൾ മാറ്റി പകരം പ്രദർശിക്കാൻ. ഇനി ആയിരം സുസംസ്കൃത ശ്ലോകപുഷ്പത്താൽ ഗുരുവായൂർ മന്ദിരേശനെ പൂജിച്ച് വഴി പോലെ ആയിരം ആരോഗ്യ സൗകര്യം നേടിയ മേൽപ്പത്തൂരിന് വള്ളത്തോൾ എഴുതിയപ്പോൾ അംശി എഴുതി, ആയിരം സുസംസ്കൃത കസർത്ത് കാട്ടി ഗുരുവായൂരെ കൃഷ്ണൻ മുമ്പിൽ യാചിച്ച് നിൽപ്പാനല്ല, നായിനും സായിപ്പിനും കേറാമെന്നുള്ള ക്ഷേത്രം തീയനും പുലയനും തുറന്നു നൽകാൻ മാത്രം. പട്ടിക്കും സായിപ്പിനും കയറാവുന്ന അമ്പലം ഇവിടുത്തെ തീയന്മാർക്ക് വേണ്ടി, ഇവിടുത്തെ പുലയന്മാർക്ക് വേണ്ടിയും തുറന്നു കൊടുക്കാനാണ് നമ്മുടെ സമയം. കേരളീയരുടെ നമ്പൂതിരിയുടെ നിവൃത്തിയേക്കാൾ ഇപ്പോൾ തീയന്റെ ഉൾത്തി ആചാരമാണ് എനിക്ക് ഇഷ്ടം. കേരളീയരുടെ മേൽപ്പത്തൂരിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് വള്ളത്തോൾ എഴുതി, അംശി എഴുതി, കേരളീയരുടെ സാമൂഹിക വിഭക്തിയേക്കാൾ എന്റെ ഉൾത്തിയാക്കുക, തീയൻ പുലയന് വേണ്ടി തുറന്നു കൊടുക്കുക. അവിടെയാണ് നമ്മുടെ സമരം ചെയ്യുന്നത്. ദരിദ്ര യുവതിയോട് പ്രളയപാഠനം നടത്തുന്നവരും അവർ എഴുതിയിട്ടുണ്ട്. ഇത്തരം ചില ഘടകങ്ങളിൽ വള്ളത്തോളിന്റെ ആഖ്യാനങ്ങളോട് ചെറിയ ചായവും പുലർത്തുന്നുണ്ട്. ഇപ്പൊ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കവിത ഭക്തി വിഭക്തി എന്ന് പറയുന്ന കവിതയുടെ ഓപ്പോസിറ്റാണ് എല്ലാ അർത്ഥത്തിലും. ഒരു കവി കവിതയിലൂടെ അവതരിപ്പിച്ച ഒരു സംഭവത്തെ അതിനേക്കാൾ ഗൗരവമുള്ള വേറെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തട്ടിക്കളയുക എന്നതാണ് ചെയ്യുന്നത്. ഈ ദരിദ്രന്റെ പ്രളയപ്രാർത്ഥന സാഹിത്യ ലേഖനങ്ങളിൽ സാഹിത്യ മഞ്ചരിയിലെ ചില കവിതകളെ അനുസരിപ്പിക്കും. വാഹന സ്വാതന്ത്ര്യത്തിന് അംശി എങ്ങനെ പ്രതികരിച്ചു? പണ്ട് കൂടുതൽ കഴിഞ്ഞ കഥകൾ വീണ്ടും വാനിൽ പറന്നു കഴിക്കുന്നു. സ്വച്ഛമം ജലരാശിയിൽ ഒന്നിച്ച് കൊച്ചു മീനും തനിച്ച നഗരവും കണ്ടറിഞ്ഞ് നീങ്ങുന്നു. പലനാൾ തപം ചെയ്ത് സിദ്ധിച്ച മണിദീപം ഒലിഞ്ഞ വാർത്ത കേട്ട് ഭൂലോകം നടുങ്ങിപ്പോയി. ഒരു വലിയ ഏറ്റവും വലിയ മരണത്തിൽ അങ്ങനെ മാത്രമാണ് നേട്ടത് രേഖപ്പെടുത്താൻ പറ്റും.
അംശി ദേശത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു. വലിയ വലിയ സ്ഥലത്തെ കഴിഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും മനഃപ്പാഠമാക്കേണ്ടത് പറഞ്ഞതിന്റെ പേരത്തെ അംശി ദേശം. ഈ ദേശത്തെ കുറിച്ച് ഇത്രയും ജീവിതാനുഭവങ്ങളുള്ള 1981 ഡിസംബർ മാസം 9-ാം തീയതി വരെ അംശി ദേശത്തെ അദ്ദേഹം എങ്ങനെ കണ്ടു? ഇന്ന് അംശി ഒരു ദേശമല്ല, ഇന്ത്യ കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പര്യായമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാരതം എന്ന പേരിട്ടാൽ അഭിമാനപൂരിതമാകുന്ന കേരളം എന്നെഴുതിയ വർണ്ണത്തോടെ വലിയ ദേശീയ കവിയായി നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കാം വള്ളത്തോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ വള്ളത്തോളിനെ പോയി പറയുമായിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ അംശിയെ പോയി പറയുന്നു. ഞാൻ മിതമായ ഒരു ചോദ്യം. ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ലഘുജീവനത്തെ വായിച്ചു. അതിനകത്ത് അദ്ദേഹം അറസ്റ്റ് വരിച്ച എത്രതവണ, ജയിലിൽ കിടന്നത് എത്രതവണ, വള്ളത്തോൾ എന്തിനെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ, വള്ളത്തോൾ സ്വാതന്ത്ര്യ സമരം ചെയ്ത് അറസ്റ്റ് വരിച്ചിട്ടുണ്ടോ? അപ്പൊ വള്ളത്തോൾ പ്ലസ് ആക്ടിവിസം സമം അംശി നാരായണപിള്ള. വള്ളത്തോൾ എന്ന് പറയുന്ന കാവ്യലോകത്തിന്റെ കൂടെ ആക്ടിവിസം ചേർക്കുക, നടന്ന് മാർച്ച് സംഘടിപ്പിക്കുക, ആളുകളെ കൂടി ആത്മകരായി പോവുക. വള്ളത്തോൾ അങ്ങനെ പോയിട്ടുണ്ട്. എന്തിനറിയാമോ? കലാമണ്ഡലം സ്ഥാപിക്കുന്നതിനുള്ള പണം ചെയ്ത് നടത്താൻ വേണ്ടി വള്ളത്തോൾ അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷെ വള്ളത്തോൾ ഒരു പതിനേഴ് പേര് ജയിലിൽ കിടന്നിട്ടുണ്ടോ, കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ വള്ളത്തോളിൽ ഇല്ലാത്ത ആക്ടിവിസം എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഇദ്ദേഹത്തെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ഗോവാ സമര സമിതിയായി വീരസുഭദ്രയാണ്, പാണ്ഡവ ശങ്കരപിള്ളയെ കുറിച്ചുള്ള കവിത, പൊന്നണ ശ്രീകണ്ഠനെ കുറിച്ചുള്ള കവിത, മനോധർമ്മ ശരിയാണെന്ന് പദാർത്ഥം ലാളിത്യം ഭാഷ, ഇതെല്ലാം കവിതയിൽ വേണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. ആശംസിക്കുന്നതിനെ അംശി സ്വയം പറയുകയാണ്. ആശംസിക്കുന്നതിനെ അംശി ആത്മാർത്ഥം MP അപ്പൻ ആശാന തുല്യം മഹാകവി ആയി മാറട്ടെ. MP അപ്പൻ എപ്പോഴും പറഞ്ഞ പരാതിയുണ്ടായി. ഞാനും കേട്ടിട്ടുണ്ട്. MP അപ്പൻ ഏത് സമുദായത്തിലാണ് ഉൾപ്പെടുന്നത്, ആ സമുദായത്തിന് ഏറ്റവും വലിയ കവിയായി ആ സമുദായക്കാരെ കൊണ്ടാടുന്നത് കുമാരനാശാനാണ്. എന്നെ എന്തുകൊണ്ട് അത്രയും കൊണ്ടാടുന്നില്ല എന്നൊരു പരാതി എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കുമാരനാശാനെ പോലെ വലിയ കവിയാവട്ടെ. ചീനാനിമ വന്നപ്പോൾ താളം മുഴക്കി അംശി നാരായണപിള്ള അതിനെതിരെ ജവഹർ ഹസ്തം ശക്തിപ്പെടുത്തണം, ജവഹർ നാളെ ഇന്ത്യയെ നയിക്കണം, രക്തപുഷ്പാഞ്ജലി കന്യാകുമാരിയെ വാങ്ങിക്കണം, അന്നത്തെ കവിത കണ്ടത് അന്ത്യോദാരം ഇവിടെ അവസാനം നടത്തിയപ്പോൾ ഗിരിപ്രഭാഷണം കവിത ഇതൊക്കെയാണ് എഴുതുന്നതാണ്. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ദരിദ്രൻ കണക്കാരിയോട് സമയാഭ്യർത്ഥന നടത്തുന്ന എഴുതുക, അത്തരം എഴുതുന്നവർ സാഹിത്യത്തിലെ കവിതകളിൽ ഇഷ്ടംപോലെ കാണാം. വള്ളത്തോളിന്റെ ഇവിടെ ഏകദേശം അതുപോലെ ഇരിക്കുന്ന ഒരു ചെറിയ ഒരു ഭാഗത്തെ സേവനം അല്ലെ കവിതാണ്. ഒരു അമ്മയും മകനും മാത്രം താമസിക്കുന്ന വീട്, പട്ടിണി രോഗമില്ലാത്ത അമ്മ മരണത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. അമ്മയ്ക്ക് ആഹാരം വെള്ളം കൊടുക്കണം. ഇവൻ ഓരോരോ വീട്ടിലും കയറിറങ്ങി കയറിയിരിക്കുകയാണ്. എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വെള്ളം വേണം, ആഹാരം വേണം, ആരും പോലെ തെറ്റി നോക്കുന്നില്ല. അവസാനം അവൻ തന്നെ പാടി വിശന്ന് തളർന്ന് പിന്നെ ഒരിടത്ത് അബോധാവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ ആ കണ്ണു തുറക്കുമ്പോ അവന്റെ അടുത്ത് രണ്ട് പുരുഷന്മാർ നിൽക്കുന്നു. അവര് വെള്ളം മോഹത്തെ പറഞ്ഞ് അവർ വെള്ളം എടുത്ത് അവനെ എഴുന്നേൽപ്പിച്ചു. ഇതൊരു കാര്യം ചോദിച്ചു, എന്താണ് നീ അബോധാവസ്ഥയിൽ കിടക്കാനായി? അപ്പം പറഞ്ഞു, ഞാൻ അമ്മ സ്നാനശൈലിയാണ്, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഭക്ഷണമോ വസ്ത്രമോ തേടിയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഞാൻ ഈ അവസ്ഥയിൽ വീണുപോയി. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാകും. അങ്ങനെ എന്നെ കൂടി ആ സ്ത്രീ പിന്നെ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് അവരുടെ അമ്മ. ആ വീട്ടിൽ നിന്ന് കയറിയപ്പോഴാണ് അതിലൊരാളിന്റെ മുഖം വല്ലാതെ വിവരണമായി. എന്താണ് കുറ്റബോധമാണോ പശ്ചാത്താപമാണോ എന്താണെന്ന് അറിയുക. യഥാർത്ഥത്തിൽ ആ വ്യക്തി ഇവരുടെ അച്ഛനായിരുന്നു. ഇവരുടെ അച്ഛനും അവരുടെ അമ്മ ഇവർ 3 പേര് മംഗളകരമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ ചതിക്കുഴി വീണ്
എല്ലാം നഷ്ടപ്പെട്ട് കാശിയിലേക്ക് യാത്ര ചെയ്യുകയാണ് ഈ ഇവരുടെ അച്ഛൻ. അതായത് അമിതമായ ആഗ്രഹം, ദുരാഗ്രഹമാണ് കൊണ്ടെത്തിച്ചത്. അങ്ങനെ കാശി അലഞ്ഞു നടക്കുമ്പോൾ അവിടെ ഇവരുടെ അച്ഛൻ ഒരാളെ കണ്ടു. അത് ഇയാളെ ചതിയിൽപ്പെടുത്തി സ്വത്തുക്കളെല്ലാം കരസ്ഥമാക്കിയ ആ പഴയ ചതിയൻ അവനെ കാശിയിൽ വെച്ച് കണ്ടു. കാരണം അവർ ഇപ്പോൾ പാപ്പരായിരിക്കുക. അവർ പലതും പറഞ്ഞ് അങ്ങോട്ടും മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു തീർത്ത് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി അവർ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഈ കുട്ടി എങ്ങനായി കിടക്കുന്നത് കാണുന്നത്. ആ കുട്ടി ഇവരെ ആ വീട്ടിലേക്ക് എത്തിച്ചപ്പോഴാണ് എൻ്റെ അച്ഛൻ മനസ്സിലാവുന്നത് എന്റെ മകനാണ് വഴി എന്ന് ഞാൻ കണ്ടെത്തുന്നത്. അങ്ങനെ അംശി നാരായണപിള്ള ഈ അദ്ദേഹം എഴുതിയ ജ്യോതിഷത്തെ കുറിക്കുന്ന 2 വാക്യങ്ങൾ സത്യമായി ഇന്നത്തെ ഏതെങ്കിലും ജ്യോതിഷന്മാരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാജ്യങ്ങൾക്ക് വരെ അദ്ദേഹം നക്ഷത്രം നിശ്ചയിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു പ്രത്യേക പ്രഭാഷണം നടത്താൻ പറ്റിയ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ തോന്നുന്നില്ല. താരങ്ങൾ 27, വായുവിന്റെ ഗ്രഹം 9, വാനമാ 9 ചുറ്റി വരം കഴിക്കുന്നു സഭ. അംശിക്ക് കവിതയില്ല എന്ന് നേരത്തെ പറഞ്ഞത് ഞാൻ തിരിച്ചറിയേണ്ടി വരുമെന്ന് തോന്നുന്നു. ഈ 4 വയസ്സ് താരങ്ങൾ 27 നക്ഷത്രങ്ങളാണ്. വായുവിന്റെ ഗ്രഹം 9 ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങൾ. വാനമാ 9 ചുറ്റി വരം കഴിക്കുന്നു സഭ. ഒരുപക്ഷെ റീപ്രിന്റ് ചെയ്ത് പുറത്തിറക്കേണ്ടുന്ന ഒരു കാവ്യമാണ് ഈ ജ്യോതിഷ ഭാരപാഠം. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ സംഘടിപ്പിച്ചത്. അത് വേറെ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഫീസ് തന്നെ കാണുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് റീപ്രിന്റ് ചെയ്ത് ഇറങ്ങേണ്ട സാധനങ്ങളാണ് കിട്ടാവുന്നതല്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്തുവാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ എത്ര പുസ്തകങ്ങളുടെ ലിസ്റ്റാണ് ഞങ്ങൾ വായിച്ചത്. ഈ പുസ്തകങ്ങളിൽ ഓരോന്നും കണ്ടുപിടിച്ച് റീപ്രിന്റ് ചെയ്ത് പുറത്തിറക്കുക. അതിനുള്ള ശ്രമത്തിൽ ഓരോ അംശിക്കാരനും പങ്കാളികളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വള്ളത്തോളിൽ നിന്ന് എന്താണ് അംശിക്കുള്ള മെച്ചം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഫെമിനിസം മറന്നുപോയതാകില്ല, ആക്ടിവിസ്റ്റാണ്. പ്രകൃതി സ്നേഹം മറന്നുപോയതാകില്ല, ആക്ടിവിസ്റ്റാണ്. സ്വന്തം ജീവനും ആരോഗ്യവും ബാധിക്കാതെ ഒരു നല്ല സ്വാതന്ത്ര്യ സമര ആക്ടിവിസ്റ്റായിരിക്കുകയും അക്കാര്യത്തിൽ വള്ളത്തോളിൽ നിന്ന് ഒരുപടി വേണ്ടി വെക്കുകയും എന്നാൽ വള്ളത്തോൾ പറഞ്ഞതിനോട് ആശയപരമായ ചെറിയൊരു ചർച്ച പുലർത്തുകയും ചെയ്യുന്ന ഒരാളായി അംശി നാരായണപിള്ളയുടെ കൃതികളെ നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ പ്രോഗ്രാമിന്റെ പ്രഭാഷണങ്ങളുടെ ഇടയിൽ നമ്മുടെ കുട്ടികളുടെ ഈ ദേശഭക്തി ഗാനം കൂടി ഓർത്തിണക്കിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രഭാഷണത്തിന് മുമ്പായി പ്രണവ് MBKC കോളേജ് വിദ്യാർത്ഥിയാണ്. വളർന്നു വരുന്ന ഒരു യുവ മലയാളത്തിലെ ചെറുകഥകളൊക്കെ എഴുതി അങ്ങനെ മുമ്പോട്ട് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി. അപ്പോൾ പ്രണവിന്റെ ഒരു ദേശഭക്തി ഗാനമാണ് അടുത്തത്. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ. പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ. ഭാരതമോചന ധീരദേശാഭിമാന
സമാധാനമോദി മുസൽമാനും ശാന്തി മാർഗമാം ഹിന്ദുവും മനസ്നേഹദൂതുമാം ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും ഒരു നറുമലരികൾ പോലെ മനസ്സു ചേർത്തു നാം ഭാരതമാതാവിൻ മടിയിൽ ചാരുറങ്ങിനാം ഇവിടെ ഭാഷവേശ്വരൻ കീർത്തിയായതാലേ ജയ ജയ ജനനീ ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം ഗാന്ധി മാർഗം അഹിംസയും മഞ്ചേതു വച്ചൊരു ഇന്ത്യയിൽ മഹാത്മാക്കളേകിയ സംസ്കാരം ഗാന്ധി മാർഗം അഹിംസയും മഞ്ചേതു വച്ചൊരു ഇന്ത്യയിൽ മഹാത്മാക്കളേകിയ സംസ്കാരം പല തലമുറയായി ഇന്ന് വികലമാകുമ്പോൾ സർവസദാചാരം എങ്ങും മൺമറയുമ്പോൾ ഇവിടെ വർഗവർണ്ണവാൻ മാതൃകീ ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതം. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ അറിയിക്കുവാൻ ബഹുമാന്യനായ അംശി മുകുന്ദൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ എ ഡി ഹരികുമാർ സാറവരുടെ സ്വാഗത പ്രസംഗം നടത്തി പുരുഷനായിരിക്കുന്ന അംശി ഉദ്ഘാടനം ചെയ്ത എൻ അജിത്കുമാർ സാറവരുടെ മുഖ്യപ്രഭാഷകൻ ശ്രീ ശശികുമാർ സാറവരുടെ മുളങ്കൈ ദാസ സാറവരുടെ മോഹൻകുമാർ കൂട്ടുകാരവരുടെ ഇതര നന്ദികുമാർ കെ നന്ദകുമാർ ഈ വേദി കൂട്ടായിരിക്കുന്ന എല്ലാ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എൻ്റെ മുമ്പിൽ അംശി നാരായണമാണ് പറഞ്ഞത്. എൻ്റെ അച്ഛൻ ജനിച്ചിട്ട് ഇപ്പോൾ ജീവിതത്തിൽ 120 വയസ്സായിരിക്കും. മരിച്ചിട്ട് 40 വർഷം കഴിയുന്നു. ഈ 40 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ഓരോ ഡിസംബർ മാസവും 9-ാം തീയതി വരുമ്പോഴും ഈ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിന് മുമ്പ് ഒരു ഹാരം ഇട്ട് ഒരു നിലവിളം കൊടുത്ത് 2 കുറച്ച് പൂ ഇട്ടിട്ട് അതോട് പങ്കെടുത്ത് നിന്നു. അത് മാത്രമുള്ള നമുക്കായിരുന്നു. ആദ്യകാലത്ത് ഞാൻ ആ ദിവസം ഇവിടെ കാണില്ല. കുട്ടികളാവുന്നതിനാണ്ട് ഞാൻ വെടിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോകും. തിരുവനന്തപുരത്ത് പോയിട്ട് തിരികെ കുറച്ച് സമയമായി പോകും. അതിന് ശേഷമാണ് വിദ്യാർത്ഥി ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫംഗ്ഷനിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയായിരുന്നു 40 ആൾക്കാരും അതും ഇല്ലായിരുന്നു പറയുന്നെങ്കിൽ. അങ്ങനെ 40 വർഷത്തിന് ശേഷം സാഹിത്യ അക്കാദമിയുടെ മോഹൻകുമാർ സാർ വന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് 2 ദിവസം ഡിസംബർ 9-ാം തീയതി. ഡിസംബർ 9-ാം തീയതി മരിച്ചത്. ആ ദിവസം അതൊരു വ്യാഴാഴ്ച ആയിപ്പോയി. വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇതിലുള്ള ഒരുപാട് പേര് ഉദ്യോഗസ്ഥരായതുകൊണ്ടും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമുക്ക് 5-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി 2 ഞായറാഴ്ചകളുണ്ട് വെക്കേണ്ടതുണ്ട്. അങ്ങനെ 5-ാം തീയതി ഈ ഞായറാഴ്ച മുമ്പോട്ട് കൊണ്ടുപോകും. 9-ാം തീയതി കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. 5-ാം തീയതി ഇത് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അംശിനാരോടുള്ള ജനനം മുതൽ ഏകദേശം 4 ഉള്ള ദേശമാക്കാൻ
അപ്പം ഞാനിനി അതിന് ഒന്നുകൂടെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഇതിനകത്ത് എന്റെ അനുഭവങ്ങളായിട്ട് അദ്ദേഹം സ്വന്തം കവിതയ്ക്ക് അകത്ത് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാനുള്ളതാണ്. തീയരുടെ ആദിയായ സാധുജനതയെ ഫല തീയിലിട്ട് വാട്ടിടുന്ന ദുഷ്ടരോട് എതിർക്കണം എന്നുള്ള വഴി അതിനകത്തുള്ളത്. വലിയ വലിയ സ്ഥലത്തുള്ളത് കണ്ണാത്തിൽ വരുന്നുണ്ട്. അതിന്റെ ഒരു അനുഭവമാണ് എനിക്ക് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ പേര് ജോസഫ്. ഈ ഇരിക്കുന്നതിൽ ഒരു 50 വയസ്സ് മുകളിലുള്ള പ്രായമുള്ള ഏകദേശമുള്ളവരെല്ലാം അഭിനയിക്കണം. തേങ്ങാപ്പള്ളം പോസ്റ്റ്മാൻ ജോസഫ് തൊട്ടടുത്ത് അടുത്താണ്. ഈ ഏല കഴിഞ്ഞ് അപ്പുറത്ത് പോയി നമ്മൾ നിലവരയിലൂടെ പോയി കയറുന്നത് ജോസഫിന്റെ വീണ്ടും അദ്ദേഹമാണ് തേങ്ങാപ്പള്ളം പോസ്റ്റ്മാൻ. ഒരു ദിവസം പോസ്റ്റ്മാൻ എഴുതുകൊണ്ടാണ് വരുമ്പോഴത്തേക്ക് എന്റെ ചേച്ചി അച്ഛനോട് പറഞ്ഞു, അച്ഛാ ജോസഫ് പോസ്റ്റ്മാൻ നിന്നു. ജോസഫ് അല്ല എഴുതുമ്പോൾ ജോസഫ് എഴുതുന്നു. അപ്പം അച്ഛൻ എഴുതുപോയി വിളിച്ചു പറഞ്ഞു, തന്നെക്കാളും വയസ്സിന് മൂത്തവരാണ് കണ്ടാൽ അവരെ ബഹുമാനത്തോടെ വേണം അവരുടെ പെരുമാറേണ്ടത്. അല്ലാതെ അവരുടെ പേര് നിങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല. നിന്നെക്കാളും പ്രായം കൂടിയവരുടെ പേര് നിങ്ങൾ ഉച്ചരിക്കുന്ന ശരിയായിട്ടുള്ള നടപടിയില്ല. അതിന് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ഇനി പേര് അദ്ദേഹം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പോസ്റ്റിൽ മാമൻ വന്നു എന്ന് വേണം പറയണം. അങ്ങനെ ആ ഒരേ സമുദായത്തിലുള്ള ആ ജോസഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാമനാക്കി, ഞങ്ങളെ മാമനാക്കി മാമൻ വിളിക്കാമെന്ന് നിർബന്ധിച്ചു വിളിപ്പിച്ചു. പറഞ്ഞത് ഈ ജോസഫ് എന്ന പോസ്റ്റ്മാൻ മരിക്കുന്നത് വരെ ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്ന മാമനാണ് പോസ്റ്റ് മാമനാണ് വിളിക്കുന്നത്. ആ പാട്ടുകൾ ഉച്ചരിക്കുന്ന ആ വാക്കിനെ തീയപ്പുഴയിൽ ആദ്യമായ തീയിട്ട് മാറ്റുന്ന ദുഷ്ടോട് എതിർക്കണം എന്ന് പറഞ്ഞ് എഴുതിയ ആ തിരിച്ചത ഞങ്ങളെ കൂടെ അദ്ദേഹം മാമനെ വിളിച്ച് എൻ്റെ അത് പ്രകടിപ്പിക്കുകയുണ്ടായി. അതൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ പല അനുഭവം ഉണ്ട്. എല്ലാം പറഞ്ഞിട്ടില്ല. സാധാരണത്തിൽ നമുക്ക് പറയാനുള്ളത് 1920 മദ്രാസ് തലത്തിൽ നടന്ന 4ാമത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിനെ പ്രതിനിധീകരിച്ച് പോകാനു വേണ്ടി ഉള്ള ചാൻസ് കിട്ടിയിരുന്നത് അംശത്തിനുള്ള ആയിരുന്നു. അദ്ദേഹം അന്ന് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിച്ച് പോയ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് അച്ഛൻ്റെ ഡയറി കുറിപ്പിനകത്തായിരുന്നു. അത് സാധാരണ ആ അനുഭവം ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. അതേപോലെ വിശ്വദേവരായ എന്ന് പറഞ്ഞൊരു നോവൽ എഴുതി. അത് കേരള അന്നത്തെ സർക്കാർ നോട്ടി ചെയ്തെടുത്തു. അതിന് കിട്ടിയ 1000 രൂപ പ്രതിഫലം കൊണ്ടാണ് അതിൻ്റെ കൂടെ ഈ നാട്ടുകാരുടെ സഹായങ്ങളോട് ചേർന്നാണ് ഈ സ്കൂൾ ഉണ്ടായത്. ഈ സ്കൂൾ ഉണ്ടാകാണ്ട് ആദ്യമായിട്ട് മുതൽ മുടക്കാനുള്ള കാശ് കൈ കിട്ടിയത് കേരള ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷനായിട്ട് അംഗീകരിച്ചതിന്റെ പ്രതിഫലം കിട്ടിയതാണ്. അന്നിരുന്ന പേര് ഇംഗ്ലീഷ് സ്കൂൾ എന്നാണ്. സംവിധാനമുള്ള എൻ്റെ അച്ഛൻ 1940 സ്വാതന്ത്ര്യം കിട്ടിയെല്ലാം ഞാൻ കല്യാണം കഴിക്കില്ല. കല്യാണത്തിന് വേണ്ടി അച്ഛനമ്മയും നിർബന്ധത്തിൽ പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കല്യാണം നടക്കുള്ളൂ. അങ്ങനെ തൻ്റെ 44ാമത്തെ വയസ്സിൽ കരമന കുടുംബത്തിലെ തങ്കമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു. അതിൽ അച്ഛൻ്റെ കൂടെ പറഞ്ഞത് 6 പേരാണ്. 3 ആണും 3 പെണ്ണുമാണ് അച്ഛൻ ഞങ്ങൾ അച്ഛൻ്റെ മക്കൾ 7 പേരുണ്ട്. 7 പേരിന് 2 പേരിൽ ഇല്ല.
2 പെണ്ണുങ്ങൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഞങ്ങൾ 3 ആണുങ്ങൾ ഇവിടെ വന്നിട്ട് 2 പെണ്ണുങ്ങൾക്ക് കിട്ടിയില്ല. ഒരാള് മലപ്പുറത്തും ഒരാൾ കണ്ണമൂരിലാണ്. ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ആ വേദിയിൽ ജവഹർലാൽ നെഹ്റുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ഗാനം എഴുതിയുണ്ടാക്കി. സാറ് പറഞ്ഞു ജവഹരിക്ക് സ്വാഗതം, നരഹരിക്ക് സ്വാഗതം എന്ന് പറഞ്ഞൊരു ഗാനമാണ് എഴുതിയുണ്ടാക്കിയത്. അന്ന് ജവഹർലാൽ നെഹ്റുവിനെ അടുത്ത പ്രാവശ്യം പരിപാടി നിങ്ങൾ എൻ്റെ നാട്ടിൽ വരണം എന്നുള്ളത് ഒരു അഭ്യർത്ഥന കൊടുത്തിട്ടാണ് വന്നത്. അടുത്ത പ്രാവശ്യമായപ്പോഴത്തേക്ക് ജവഹർലാൽ നെഹ്റു വന്നപ്പോഴത്തേക്ക് അംശിയിലെത്തി. അംശിയിൽ ഈ റോഡിൽ കൂടെ തന്നെ കടന്നു പോവുകയും ചെയ്തു. അന്ന് എനിക്ക് 6 വയസ്സേ ഉള്ളൂ. എന്നെ വീട്ടിലെടുത്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ എന്നെ കൊണ്ടാണ് ആരാധിക്കുന്നത്. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത്രത്തോളം അന്ന് ജവഹർലാൽ നെഹ്റു വരെ സ്വാധീനം കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതൂടെ ഓർമ്മിപ്പിക്കേണ്ട ഒരു ഇതാണ്. അതേപോലെ തന്നെയാണ് EMS സംബന്ധിച്ചുള്ള വളരെ അടുത്തതായിരുന്നു. അതിന് EMS സംബന്ധിച്ചുകൊണ്ട് രണ്ടും 2 പാർട്ടിയാണെങ്കിലും 2 പാർട്ടിയാണെങ്കിൽ അവരുടെ സഹോദരങ്ങളായിരുന്നു. ഇവിടുന്ന് അച്ഛനൊരു കാർഡ് എഴുതിയിരുന്നു. കാർഡ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് പോകുമ്പോഴത്തേക്ക് അദ്ദേഹം EMS തയ്ക്കാൻ വേണ്ടി എത്തും. വരുമ്പോഴേ അവിടെ കേട്ടോണ്ട് നാറെണ്ണം വന്നിട്ടുണ്ടോ, അങ്ങനെ വീട്ടിൽ കൊടുത്തിട്ടാണ് നാറെണ്ണം. അപ്പൊ എൻ്റെ മാമിയോടെന്ന് പറയും എൻ്റെ അണ്ണന് നാറിനില്ല, നാറിനില്ല. അത് സമാജത്തിൽ പറയാൻ ഈ നാരായണ അണ്ണൻ പറഞ്ഞാൽ പറയും അങ്ങനെ പ്രയോഗത്തിൽ പറഞ്ഞ നാറെണ്ണ പറയും. അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് വലിയ സുഹൃത്തുക്കളായിരുന്നു. അതേപോലെ തന്നെ അച്ഛനോട് സുഖമില്ലാതെ അതിന് ശേഷം ഇതുവഴി കടന്നു പോയിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരെല്ലാവരും തന്നെ കേരളത്തിനകത്തുള്ള എല്ലാ നേതാക്കന്മാരും ഇവിടെ നിന്ന് വീട്ടിൽ വന്ന് അംശീനാഥനുണ്ട് കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞത് വന്നിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. അതിനകത്ത് പേരെടുക്കും. തമിഴ്നാട്ടിൽ നിന്നുണ്ടെങ്കിൽ കാമരാജ് വൈദ്യത്തിന് വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിന് അദ്ദേഹം വൈദ്യത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെ പ്രതിനാഥം വന്നപ്പോഴത്തേക്ക് ഇവിടെ അനുയായികളെല്ലാം കൂടെ പോകുന്നുണ്ട്. ഈ ഗ്രൗണ്ടിനകത്ത് ഈ കൂടെ പോകുന്നിട്ട് ഇവിടുന്ന് പാനകമൊക്കെ ഉണ്ടാക്കി കൊടുത്താണ് അത് കുടിച്ചിട്ടാണെങ്കിൽ പോയത്. അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ആരെ പറയണ്ടായി അംശിനുള്ള ഒരൊറ്റ പാട്ട് എഴുതി ഫേമസായ ആളായിരുന്നു. അല്ല ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരു സമാധാനമായിട്ടുള്ള വലിയ വലിയ സ്ഥലത്തിലെ പടയാളിയുടെ പാട്ടുകൾ നോക്കുന്നത് ഇതിനകത്ത് ഏകദേശം